പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്ക് എൻ്റെ വിനീതമായ നമസ്കാരം. നമ്മൾ ചർച്ച ചെയ്യുന്നത് സ്പിരിച്വൽ അനാട്ടമി എന്നുള്ള ദാജിയുടെ ലേറ്റസ്റ്റ് ബുക്കാണ്. നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും. ഇത് മലയാളത്തിൽ ട്രാൻസ്ലേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എന്തായാലും 2025 എല്ലാ കേരളത്തിലുള്ള അഭ്യാസികൾക്കും ഒരു സമ്മാനമായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. ഇത് ആത്മീയതയിൽ ഇങ്ങനത്തെ ഒരു പുസ്തകം ഇതുവരെ എഴുതപ്പെട്ടിട്ടില്ല. അതിൻ്റെ പേരെന്ന് നോക്കൂ, സ്പിരിച്വൽ അനാട്ടമി എന്നാണ്. അതായത് ആത്മീയതയുടെ ശരീരശാസ്ത്രം. നമ്മൾ കേട്ടിട്ടുണ്ട് അങ്ങനെ? ഇല്ല. അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? ഈ ആത്മീയ ശാസ്ത്രങ്ങൾ പണ്ടൊക്കെ നമുക്ക് ശാസ്ത്രീയമായിട്ട് തെളിയിക്കാൻ പറ്റില്ല എന്നുള്ള അടിസ്ഥാനത്തിൽ, വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നുള്ള ധാരണയായിരുന്നു. അങ്ങനെയല്ല. ആത്മീയത എന്ന് പറയുന്നത് ശാസ്ത്രീയമായിട്ടുള്ള ശാസ്ത്രവും കലയും കൂടി ചേർന്നതാണ് ആത്മീയത എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് ഈ ആത്മാവിൻ്റെ എഫക്റ്റ് ശരീരത്തിൽ അത് എങ്ങനെ ഏതൊക്കെ രീതിയിലാണ് പ്രതിഫലിക്കുക എന്നുള്ളതാണ് അതിൽ പറയുന്ന കാര്യം. ഇപ്പോൾ ദാജി പല സ്ഥലത്തും യാത്ര ചെയ്യുമ്പോൾ ഇപ്പോൾ അദ്ദേഹത്തിനോട് പലരും ചോദിക്കുന്നത് ഈ സ്പിരിച്വൽ അനാട്ടമിയെ കുറിച്ചാണ്. ഇപ്പോൾ എനിക്ക് തന്നെ പലപ്പോഴും വാട്സാപ്പ് ഗ്രൂപ്പിൽ പലരും സ്പിരിച്വൽ അനാട്ടമിയെക്കുറിച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ടുള്ള റിക്വസ്റ്റ് വരാറുണ്ട്. അപ്പം അതുകൊണ്ട് അതൊരു വലിയ വിഷയമാണ്. നമുക്കതിൻ്റെ ചെറിയ രൂപത്തിൽ അതെങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാമെന്ന്. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് അതിൽ പറയുന്നത് ആത്മീയ ചക്രങ്ങളെക്കുറിച്ചാണ്. ചക്രം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സ്പിരിച്വാലിറ്റിയിൽ. ചക്രം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എനർജി പോയിന്റുകളാണ്, ഊർജം ചേർന്ന് നിൽക്കുന്ന ബിന്ദുക്കൾ ശരീരത്തിൽ. അപ്പോൾ അതിന് ചക്രങ്ങൾ ചിലപ്പോൾ പറയും, അല്ലെങ്കിൽ പോയിന്റ് എന്ന് പറയും, ചിലപ്പോൾ ഗ്രന്ഥി എന്ന് പറയും. അങ്ങനെ പല രീതിയിലും ആത്മീയ ഗ്രന്ഥങ്ങളിൽ അതിനെക്കുറിച്ച് പ്രതിപാദിച്ചിരുന്നു. അതെല്ലാം ഉദ്ദേശിക്കുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ അതിനെ നമ്മുടെ ശരീരത്തിൽ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. അത് നമ്മുടെ ഭൗതിക ശരീരത്തിലാണോ എന്ന് ചോദിച്ചാൽ, ഭൗതിക ശരീരത്തിൽ നമുക്ക് കാണിക്കാൻ പറ്റുമോ ഈ പോയിൻ്റ് എവിടെയാണെന്ന് വെച്ചാൽ ഇല്ല. സൂക്ഷ്മ ശരീരത്തിലാണ് അതുള്ളത്. പിന്നെ എങ്ങനെ നമ്മൾ മനസ്സിലാക്കുക? നമ്മൾ ഭൗതികമായിട്ടുള്ളൊരു മനുഷ്യനല്ലേ. എങ്ങനെ ചക്രങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുക വെച്ചാൽ, നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന ചില വൈകാരികതകൾ, ആ വൈകാരികതയിൽ നമ്മൾ പെടുന്ന സമയത്ത് ശരീരത്തിൻ്റെ ചില ഭാഗങ്ങളിൽ ചില ചലനങ്ങൾ, ചില വൈബ്രേഷൻസ് നമുക്ക് ഫീൽ ചെയ്യും ഇല്ലേ? ഇപ്പം നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ ചെന്നുപെട്ടാൽ നമുക്ക് എന്താ ഫീൽ ചെയ്യുക? എവിടെ ഫീൽ ചെയ്യുക? നമുക്ക് നെഞ്ചത്തൊരു ഭാരം തോന്നില്ലേ? ഈ ചെസ്റ്റ് ഏരിയ, ഒരു സ്ക്വയർ ഫീറ്റ് ഏരിയ, ഇതാണ് നമ്മുടെ ശരിക്കുള്ള റിയൽ എസ്റ്റേറ്റ് ഏരിയ. അവിടെയാണ് ഈ സംഗതികളൊക്കെ നടക്കുന്നത്. അപ്പം മൊത്തത്തിൽ നെഞ്ചത്തൊരു ഭാരം നമുക്ക് തോന്നും. അത് എവിടെയാണ്, എന്താണ് പോയിൻ്റായിട്ടൊന്നും നമുക്കറിയില്ല എന്നുള്ളത്. അപ്പോൾ മഹാഗുരുക്കന്മാർ അത് നിരീക്ഷിച്ച്, നെഞ്ചിലാണെങ്കിൽ നെഞ്ചിൻ്റെ ഏത് ഭാഗത്താണ്, അങ്ങനെ ലൊക്കേറ്റ് ചെയ്ത് അതിൻ്റെ ഭൗതിക ജീവിതത്തിലുള്ള പ്രസക്തി എന്താണ് എന്ന് അവർ നിരീക്ഷിച്ച് നമ്മളോട് പറയുന്നു. നമുക്ക് മൊത്തത്തിൽ ചെസ്റ്റിൻ്റെ ഭാഗത്തുള്ള ഹെവിനെസ് അല്ലെങ്കിൽ ലൈറ്റ്നെസ് ഇത് മാത്രമേ നമുക്കറിയുള്ളൂ. ഉദാഹരണത്തിന് ഈ വൈകാരികത നമുക്ക് ഫീൽ ചെയ്യുന്നത് മനസ്സിലാക്കാൻ, നമുക്ക് അകാരണമായിട്ടുള്ളൊരു ഭയം ഉണ്ടായിരുന്നിരിക്കുക സാഹചര്യം കൊണ്ട്. അപ്പോൾ നമ്മുടെ നെഞ്ചിൻ്റെ ഏരിയയിൽ ഒരു പ്രത്യേക ഭാഗത്ത് വൈബ്രേഷൻ അല്ലെങ്കിൽ ചലനം നമുക്ക് ഫീൽ ചെയ്യും. ഇനി നമുക്ക് സ്നേഹമെന്ന് നോക്കിയാൽ,
അപ്പോൾ ഇതേ പോയിന്റിലല്ല ഫീൽ ചെയ്യുക, വേറെ പോയിന്റിലാണ് നമുക്ക് ഫീൽ ചെയ്യുക. നമുക്ക് ദേഷ്യം വെറുപ്പ് വന്നു നോക്കിയാൽ അപ്പോൾ മറ്റൊരു പോയിന്റിലാണ് നമുക്ക് ചലനം ഫീൽ ചെയ്യാം. നമുക്ക് ശാന്തി ഫീൽ ചെയ്യേണ്ടത് എനിക്ക് അപ്പോഴും നെഞ്ചിൻ്റെ ഏരിയയിൽ വേറൊരു സ്ഥലത്താണ് നമുക്ക് ഫീൽ ചെയ്തത്. നമുക്ക് ജീവിതത്തിനെ കുറിച്ച് സംതൃപ്തി ഫീൽ ചെയ്യേണ്ടത് എനിക്ക് അപ്പോഴും ചലനം മറ്റൊരു രീതിയിലാണ്. ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് തീരെ വ്യക്തതയില്ല, ആകെ ആശയക്കുഴപ്പമെന്ന് വിചാരിക്കാം, അപ്പോഴേയും നമ്മുടെ നെഞ്ചിലെ ഈ ചലനത്തിൻ്റെ ഏരിയ വ്യത്യാസം. അപ്പോൾ ഞാൻ ഉദാഹരണം ഇതൊക്കെയല്ലേ നമ്മൾ സാധാരണ ജീവിതത്തിൽ കാണുന്ന പ്രശ്നങ്ങൾ. പിന്നെയോ ഭൗതിക ജീവിതത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ ഉത്കണ്ഠപ്പെട്ടിരിക്കുക നിൽക്കുക. സാമ്പത്തിക ബുദ്ധിമുട്ട്, കുട്ടികൾക്ക് ഫീസ് അടയ്ക്കാൻ പൈസ ഇല്ല, റെൻറ്റ് എങ്ങനെ കൊടുക്കേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ ഭൗതികമായിട്ടുള്ള ആവശ്യങ്ങളെക്കുറിച്ചുള്ള ബുദ്ധിമുട്ട് വരുന്നത്. അപ്പോഴും നമ്മുടെ നെഞ്ചിൻ്റെ ചില പ്രത്യേക ഭാഗങ്ങളിലാണ് ചലനങ്ങൾ അനുഭവപ്പെടുക. നമുക്ക് ഈ ബുദ്ധിമുട്ടുള്ള നേരത്ത് ചലനം നോക്കാൻ സമയമുണ്ടോ എന്ന് പറയും. അപ്പോൾ മഹാഗുരുക്കന്മാരതിൻ്റെ ശാസ്ത്രം മനസ്സിലാക്കിയിട്ട് നമുക്ക് പറഞ്ഞു തരുന്നതിനാണ് ഇതിന്ന് പുറത്ത് കിടക്കാനുള്ള വഴി എന്താണെന്ന് നോക്കാനാണ്. ഓരോ കാര്യങ്ങളിലും നമുക്ക് എങ്ങനെ മോക്ഷപ്രാപ്തി നേടാം എന്ന് അവർ മനസ്സിലാക്കി നമ്മളോട് പറഞ്ഞു തരാം. അതുകൊണ്ടാണ് അവരെ വഴികാട്ടികളെന്ന് പറയുന്നത്. ഇനി വൈകാരികമായിട്ടൊരു സെക്ഷുവൽ ഫീലിംഗ് നമ്മുടെ ഉള്ളിൽ വന്ന് നോക്കിയാൽ എന്നാൽ അതിനുള്ള സാധ്യതകൾ എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്കുണ്ട്. അപ്പോൾ നമുക്ക് എവിടെ ചലനം അനുഭവപ്പെടുക? അതും വേറൊരു ഏരിയയില്ല. ഇതൊക്കെയാണ് സാധാരണ ജീവിതത്തിൽ നമ്മൾ അനുഭവപ്പെടുന്ന വൈകാരികതകൾ. ആ വൈകാരികതകൾക്കനുസരിച്ച് നമ്മുടെ ഈ 1 സ്ക്വയർ ഫുട്ട് ഏരിയയിൽ പല സ്ഥലത്തായിട്ട് വൈബ്രേഷൻസും ചലനങ്ങളും സെറ്റിൽ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മഹാഗുരുക്കന്മാർ ഈ ചക്രങ്ങളുടെ സ്ഥാനം നിർണ്ണയിച്ച് നമ്മളോട് പറഞ്ഞു തരുന്നത്. അപ്പോൾ ആ ശാസ്ത്രം നമുക്കറിയണമെങ്കിലോ നമ്മളെ സഹായിക്കുന്ന പ്രിസപ്റ്റർമാർക്ക് നമ്മൾക്കറിയാം ഭയം ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കറിയാം ഏത് പോയിൻ്റാണ് എഫക്റ്റഡ് ആയിട്ടുണ്ടാവുക. അപ്പോൾ അവരുടെ ഫോക്കസ് അവിടേക്ക് കൊണ്ടുപോകും. അപ്പോൾ മുന്നിലിരിക്കുന്ന ആത്മീയ സാധകന് ഒരു റിലീഫ് ഫീൽ ചെയ്യും. അപ്പോൾ പ്രിസപ്റ്ററെ സംബന്ധിച്ചിടത്തോളം, അഭ്യാസിയെ സംബന്ധിച്ചിടത്തോളം എഫക്റ്റീവായിട്ട് ശാസ്ത്രീയമായിട്ട് വർക്ക് ചെയ്യാൻ സ്പിരിച്വൽ പ്രോഗ്രസ്സിനുള്ള ഒരു ടൂളാണ് ഈ സ്പിരിച്വൽ അനാട്ടമി എന്നുള്ള ബുക്ക്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതുവരെ ആത്മീയ ശാസ്ത്രങ്ങളിൽ എഴുതപ്പെടാത്തൊരു പുസ്തകമാണെന്ന് പറയുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കുന്നത് ഇൻട്രസ്റ്റിംഗ് അല്ലേ? അതെ. അപ്പോൾ ഇനി നമുക്കറിയാം നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് എന്താണ്? ഹാർട്ട്ഫുൾനെസ്സിൽ വന്നാൽ നമുക്ക് മനസ്സിലാവും സംസ്കാരങ്ങളുടെ ഭോഗങ്ങളാണ്. സംസ്കാരങ്ങൾ എന്ന് പറഞ്ഞാൽ കർമ്മഫലങ്ങൾ, മുദ്രകൾ, നമ്മളെ ചിന്തകളും പ്രവൃത്തികളും അതിൻ്റെ ഒരു ഭാഗം നമ്മുടെ ഉള്ളിൽ തന്നെ റെക്കോർഡ് ചെയ്യുന്നു. ഇതിനെ അൺവൈൻഡ് ചെയ്യാനാണ് ജീവിതം എന്നത്. അപ്പോൾ സംസ്കാരങ്ങളുടെ ഭോഗം അനുഭവിക്കാനാണ് ജീവിതം. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ സംസ്കാരങ്ങളെ കൊണ്ട് അല്ലെങ്കിൽ കർമ്മഫലങ്ങളെ കൊണ്ട് നമ്മൾ ജനിക്കുന്നു, കർമ്മഫലങ്ങളെ കൊണ്ട് തന്നെ നമ്മൾ ഭരിക്കുന്നു. അപ്പോൾ ആത്മാവിന് ഈ കർമ്മഫലങ്ങളുടെ ഭാരത്തിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടിയിട്ടാണ് അതൊരു ശരീരത്തിൽ പ്രവേശിക്കുന്നത്. എന്തിനാ ശരീരത്തിൽ പ്രവേശിക്കുന്നത്? ശരീരത്തിൽ ഉണ്ടായിരുന്ന സമയത്താണ് ഈ കർമ്മഫലങ്ങൾ അത് ആർജിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ അതിൻ്റെ ഭോഗം അനുഭവിച്ച് അതിൽ നിന്ന് സ്വതന്ത്രമാകേണ്ട ആവശ്യകതയുണ്ട്. അപ്പോൾ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് സംസ്കാരങ്ങളുടെ ഭോഗം. സംസ്കാരങ്ങളെ കൊണ്ട് ജനിക്കുന്നു, സംസ്കാരങ്ങളെ കൊണ്ട് മരിക്കുന്നു. സംസ്കാരങ്ങളില്ലാതെയാവുമ്പോഴോ ജനന മരണ ചക്രത്തിൽ നിന്ന് നമ്മൾ പുറത്തു കിടക്കും. അപ്പോഴാണ് ആത്മാവിന് സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത്. അപ്പോൾ പ്രധാന ഒരു ചോദ്യം എന്താണ്ടാവുക? എങ്ങനെയാണ് സംസ്കാരങ്ങൾ രൂപപ്പെടുന്നത്? ഇല്ലേ, ഒരു സംശയം വന്നവിടെ. എങ്ങനെ സംസ്കാരങ്ങൾ രൂപപ്പെടുന്നു?
അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് കൈകാര്യം ചെയ്യാൻ എളുപ്പമാണ്. എങ്ങനെ സംസ്കാരങ്ങൾ രൂപപ്പെടുക, അതിനനുബന്ധിച്ച് ഈ ചക്രങ്ങളുടെ പൊസിഷൻ എന്താണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ ശരീരത്തിൽ വന്നു, നമ്മൾ ജീവിതത്തിലെ അനുഭവങ്ങൾ കൂടെ കടന്നു പോകുന്നു. കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി, ഈ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടാണ് നമ്മൾ ജീവിതത്തിനെ അറിയുന്നത്, ലോകത്തിനെ അറിയുന്നത്. അതിനാണ് സെൻസ് എന്ന് പറയുന്നത്. സെൻസ് ചെയ്യാനുള്ള സാധനങ്ങൾ പഞ്ചേന്ദ്രിയങ്ങളാണ് നമുക്ക് സെൻസ് ചെയ്യാനുള്ളത്. അപ്പോൾ പഞ്ചേന്ദ്രിയങ്ങൾ, പഞ്ചഭൂതങ്ങൾ, ഈ പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ് പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചിട്ടുള്ളത്. എന്തൊക്കെ പഞ്ചഭൂതങ്ങൾ? ആകാശം, ഭൂമി, അഗ്നി, ജലം, വായു. അപ്പം ഇതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള കോമ്പിനേഷനിലാണ് സൃഷ്ടി. അപ്പോൾ നമ്മുടെ ശരീരം സൃഷ്ടിച്ചിട്ടുള്ളത് പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ്. സൂക്ഷ്മ ശരീരങ്ങളായിട്ടുള്ള മനസ്സ്, ബുദ്ധി, അഹങ്കാരം, അതിനെയും പഞ്ചഭൂതങ്ങൾ കൊണ്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. പക്ഷേ പഞ്ചഭൂതങ്ങളുടെ സൂക്ഷ്മമായിട്ടുള്ള കണികകൾ കൊണ്ടാണ് മാത്രം. അപ്പോൾ പഞ്ചഭൂതങ്ങൾ കൊണ്ടാണ് ഈ സൃഷ്ടി മുഴുവൻ. അതുകൊണ്ട് പഞ്ചഭൂതാത്മകം എന്ന് പറയാം. പഞ്ചഭൂതങ്ങളും ആത്മാവും ചേർന്നതാണ് നമ്മുടെ ജീവൻ എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെ സംസ്കാരങ്ങൾ ഉണ്ടാവണമെന്നാണ്. സംസ്കാരങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള സാധനങ്ങൾ എന്താ? ഈ മനസ്സ്, ഇന്ദ്രിയങ്ങൾ കൂടെ പുറത്തേക്ക് പ്രവർത്തിക്കുന്നു. നമ്മൾ കാണുന്നു, കേൾക്കുന്നു, തൊടുന്നു, രുചിച്ചറിയുന്നു. അപ്പോൾ എന്താ സംഭവിക്കുക? നമ്മളൊരു കാഴ്ച കാണുന്നു, ഒരു വ്യക്തിയെ കാണുന്നു. വ്യക്തിയെ കണ്ടാൽ തന്നെ എന്താ? ഓ, നന്നായിട്ടുണ്ടല്ലോ ആള്, നമുക്ക് ഇഷ്ടം തോന്നും. അല്ലെങ്കിലോ, ഇയാളെന്താ ഇങ്ങനെ, നമുക്ക് അതിനിഷ്ടം തോന്നും. അപ്പോൾ നമ്മളൊരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുക, ബസ്സിൽ കയറിയിരിക്കുക. ബസ് അരമണിക്കൂർ കഴിഞ്ഞേ പോവുള്ളൂ. അപ്പോൾ നമ്മൾ ബസ്സിലൊരു സീറ്റ് പിടിച്ച് അവിടെ ഇരുന്നു. ബസ്സിലേക്ക് ഓരോരുത്തരായിട്ട് കയറി വരുന്നു. നമ്മളെന്താ ചെയ്യുക? ഓരോരുത്തർ കയറി വരുമ്പോഴും നമ്മളവരെ നിരീക്ഷിക്കും. നിരീക്ഷിക്കുമ്പോൾ ഈ പഞ്ചേന്ദ്രിയങ്ങളും മനസ്സും ആക്റ്റീവ് ആവാൻ തുടങ്ങും. എന്നിട്ട് ഇഷ്ടാനിഷ്ടങ്ങൾ ഉണ്ടാവും. ഒരാൾ കുറേ ലഗേജ് കൊണ്ടുപോകും. ഇനിയിപ്പോൾ ഇയാൾ ലഗേജും കൊണ്ടുവന്ന് നമ്മുടെ അടുത്ത് വന്നിരിക്കുമോ, നമുക്ക് അനിഷ്ടം. മനോഹരമായിട്ടുള്ള കാണാൻ കൊള്ളാലോ മുഖം, അപ്പോൾ ഒന്നുകൂടി നോക്കിക്കളയാവുന്നു. അപ്പോൾ ഇതിൻ്റെ തുടക്കം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പോയിൻ്റ് എന്താണ്? ഇഷ്ടാനിഷ്ടങ്ങളാണ്. ഇഷ്ടാനിഷ്ടങ്ങളിൽ നിന്നാണ് സംസ്കാരങ്ങളുടെ തുടക്കം. അപ്പോൾ ആഗ്രഹങ്ങൾ എന്നുള്ളതിന് മറ്റൊരു വാക്കാണ് ഇഷ്ടാനിഷ്ടങ്ങൾ എന്ന് പറയുന്നത്, ഡിസയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇഷ്ടാനിഷ്ടങ്ങളിൽ നിന്നാണ് സംസ്കാരങ്ങളുടെ തുടക്കം. എന്തുകൊണ്ടാണ് ഇഷ്ടാനിഷ്ടങ്ങൾ വരുമ്പോഴേക്കും അത് ഓഫാണ്? ഓക്കെ. അപ്പോൾ ഇഷ്ടാനിഷ്ടങ്ങളിൽ നിന്നാണ് തുടക്കം. എന്താ കാരണം? ഈശ്വരൻ്റെ സൃഷ്ടിയിൽ അനാവശ്യമായിട്ട് ഒന്നുമില്ല. അപ്പോൾ ഒരെണ്ണത്തിനെ ഇഷ്ടപ്പെടാനും വേറൊന്നിനെ ഇഷ്ടപ്പെടാതിരിക്കാനും നമ്മൾ ആരാണെന്നുള്ള ചോദ്യമുണ്ട്. ഇപ്പോൾ ഈശ്വര സൃഷ്ടിയിൽ നമ്മളൊരു വിവേചനം കാണുമ്പോൾ എന്താ സംഭവിക്കുന്നത്? യാഥാർത്ഥ്യത്തിൻ്റെ ഒരു മറ നമ്മുടെ മുമ്പിൽ വരും. യാഥാർത്ഥ്യം നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്നർത്ഥം. അതാണ് ഇഷ്ടാനിഷ്ടങ്ങൾ ഇത്ര കുഴപ്പമുണ്ടാക്കുന്നത് നമ്മളിൽ. അപ്പോൾ അതിൽ നിന്നാണ് തുറക്കം. അപ്പോൾ മാസ്റ്റേഴ്സ് പറയുക,
എന്തെങ്കിലും ഒരു സാധനത്തിനെ കാണുകയോ കേൾക്കുകയോ തൊടുകയോ രുചിക്കുകയോ ചെയ്യുന്ന സമയത്ത്, നമ്മളിൽ ഇഷ്ടാനിഷ്ടങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ സി എന്ന് പറയുന്ന ഒരു പോയിന്റിൽ ചലനം ഉണ്ടാവും. സി എന്ന് പറയുന്ന പേര് കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ ഐ സി എന്നുള്ള പോയിന്റ് എവിടെയാണെന്നുള്ള ഈ ലൊക്കേഷൻ ഇതിൽ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്കതിലേക്ക് വരാം. അപ്പോൾ ഇഷ്ടാനിഷ്ടങ്ങൾ സാധാരണ നിലയ്ക്ക് 2 തരത്തിലുള്ള ഇഷ്ടാനിഷ്ടങ്ങളാണ് സാധ്യതയുള്ളത്. ഒന്ന് വസ്തുക്കളോട് ഇഷ്ടാനിഷ്ടം, മറ്റൊന്ന് വ്യക്തികളോട്. ഇതല്ലേ ഉള്ളൂ പ്രപഞ്ചത്തിൽ. പ്രപഞ്ചത്തിലാകെയുള്ള വസ്തുക്കളും വ്യക്തികളുമാണുള്ളത്. അപ്പോൾ വസ്തുക്കളോട് ഇഷ്ടാനിഷ്ടങ്ങൾ വരാം, വ്യക്തികളോട് ഇഷ്ടാനിഷ്ടങ്ങൾ വരാം. അപ്പോൾ ആദ്യം ഇഷ്ടാനിഷ്ടങ്ങൾ മാത്രം സി എന്നുള്ള പോയിന്റിൽ ഒരു ചലനമുണ്ടായി. അത് വസ്തുക്കളോടാണെങ്കിൽ ആ ഇഷ്ടാനിഷ്ടം ഫിൽട്ടർ ചെയ്തിട്ട് എ എന്നുള്ള പോയിന്റിൽ ചലനം ഉണ്ടാവും. അത് ഫിൽട്ടർ ചെയ്യാൻ തുടങ്ങും. അത് വ്യക്തികളോടാണെങ്കിൽ ബി എന്നുള്ള പോയിന്റിൽ ചലനം ഉണ്ടാവും. ഇതെല്ലാം മാസ്റ്റേഴ്സിൻ്റെ ഗവേഷണത്തിൽ അവർ കണ്ടുപിടിച്ചത്. അപ്പോൾ എ ബി സി എന്നുള്ള പോയിന്റ്. ഇപ്പം 3 പോയിന്റിലായി ചലനം. തുടങ്ങിയത് സി എന്നുള്ള പോയിന്റാണെങ്കിലും പിന്നീട് അത് എയിലേക്കും ബിയിലേക്കും വ്യാപിച്ചു. ഇനി നമ്മൾ ജീവിതത്തിൽ ചില കാര്യങ്ങൾ, നമ്മളുടെ ഉത്തരവാദിത്തങ്ങളും കടമകളും നിർവഹിക്കുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യും, ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യില്ല. ചിലത് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യില്ല, ചിലത് ചെയ്യാൻ പാടില്ലാത്തത് നമ്മൾ ചെയ്യും. ഇതിനാണ് നമ്മൾ ധാർമ്മികത എന്ന് പറയുന്നത്. ഓരോ സാഹചര്യത്തിലും നമ്മൾ എന്ത് ചെയ്യണമോ അത് ചെയ്യാതിരിക്കുകയും എന്ത് ചെയ്യാൻ പാടില്ലയോ അത് ചെയ്യുന്ന സമയത്ത് പിന്നീട് അതിനെക്കുറിച്ച് ആലോചിച്ച് നമുക്ക് കുറ്റബോധം ഉണ്ടാവും. പലപ്പോഴും സംഭവിക്കണം. ഇപ്പോൾ മക്കൾ ഇന്ത്യയിലാണ്, ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് പോയി, അച്ഛനമ്മമാർ നാട്ടിൽ, പല വീടുകളിൽ നിന്ന് അങ്ങനെയാണ്, കേരളത്തിൽ പ്രത്യേകിച്ച്. അപ്പോൾ ഈ വെക്കേഷൻ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു, ഈ വെക്കേഷനിൽ എന്തായാലും വരണം കേട്ടോ മോനെ, അടുത്ത പ്രാവശ്യം ആകുമ്പോഴേക്കൊക്കെ അമ്മ ഉണ്ടാവും തന്നെ അറിയില്ല. ഇനി വെക്കേഷനിൽ വരാൻ പറ്റിയില്ല. അമ്മ ഇനി അടുത്ത വെക്കേഷനിൽ എന്തായാലും വരാട്ടാന്ന് പറഞ്ഞു. 1 മാസം കഴിയുമ്പോൾ അമ്മ മരിച്ചു. എന്താ തോന്നുക? കുറ്റബോധം. അന്ന് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോകായിരുന്നു തോന്നും. പിന്നെ തിരക്ക് പിടിച്ച എല്ലാ തിരക്കുകളും മാറ്റി വെച്ച് വരുമ്പോഴേക്കും ഇവിടെ ഡെഡ് ബോഡി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്തരം ചില സാഹചര്യങ്ങൾ വരും നമ്മുടെ ജീവിതത്തിൽ. അപ്പം അത് കുറ്റബോധം എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അതിനെ നീക്കം ചെയ്യാനേ സാധ്യമല്ല. നമ്മുടെ ഉള്ളിൽ നിന്ന് ഏറ്റവും ശക്തമായിട്ടുള്ള ആഴത്തിൽ നമ്മുടെ ഉള്ളിൽ പതിക്കുന്ന മുദ്രകളാണ് കുറ്റബോധത്തിൻ്റെ മുദ്രകൾ. അത് ഡി എന്ന് പറയുന്ന പോയിന്റിൽ സെറ്റിൽ ചെയ്യാം. അപ്പോൾ ABCD എന്നായില്ലേ. ഇനി ABCD പോയിന്റ് എവിടെയാണെന്ന് മാസ്റ്റേഴ്സ് കണ്ടുപിടിച്ചിട്ടുണ്ട്. നമ്മുടെ ഇടത്തെ ഭാഗത്തെ നിപ്പിളിൽ നിന്നാണ് ഇതിൻ്റെ അളവ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇടത്തെ നിപ്പിളിൻ്റെ അവിടെ നിന്ന് 2 വിരൽ വീതി ഉള്ളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഒരു പോയിന്റ് കിട്ടുന്നു. ഇതൊക്കെ പുസ്തകങ്ങളിലുണ്ട് കേട്ടോ, ഞാൻ പറയണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് 3 വിരൽ വീതിയിൽ താഴത്തേക്ക് എടുത്തു നോക്കി. ഇടത്തെ ഭാഗത്തേക്ക് 2 വിരൽ വീതി, 3 വിരൽ താഴത്തേക്ക് എടുത്താൽ ആ പോയിന്റിനെയാണ് എ പോയിന്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ എ പോയിന്റ് ആയില്ലേ. എ പോയിന്റിൽ നിന്ന് 2 വിരൽ വീതിയിൽ വീണ്ടും താഴത്തേക്ക് എടുത്താൽ അവിടെയാണ് ബി. അവിടെ നിന്ന് വീണ്ടും 2 വിരൽ താഴത്തേക്ക് എടുത്താൽ അവിടെയാണ് സി എന്ന് പറയുന്ന പോയിന്റ്. സി എന്നുള്ള പോയിന്റിൽ നിന്ന് 2 വിരൽ ഉള്ളിലേക്ക് എടുത്തു നോക്കിയാൽ അതാണ് ഡി എന്നുള്ള പോയിന്റ്. അപ്പോൾ ഈ ഓരോ സംഗതികളും ഇപ്പോൾ മാസ്റ്റേഴ്സ് എങ്ങനെയോ അത് കണ്ടുപിടിച്ചിട്ടുണ്ടാവുക, ഇത്തരം വൈകാരികത അവർ യാന്ത്രികമായി അവർ സൃഷ്ടിച്ചിട്ട് എവിടെയാണ് ചലനം ഉണ്ടാക്കുന്നതെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതിനെല്ലാം അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ
വൈകാരികമായ സാഹചര്യങ്ങൾ കൂടെ കടന്നു പോകുമ്പോൾ അവരുടെ ശരീരത്തിൽ എന്താണ് സംഭവിക്കുന്നത് നിരീക്ഷിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ ABCD എന്നുള്ള പോയിന്റുകൾ ഒരു L ഷേപ്പിലാണ്. ഇടത്തെ ഭാഗത്ത് ലെഫ്റ്റ് നിപ്പിളിൻ്റെ അവിടെ നിന്നാണ് നമ്മൾ ഈ അളവ് തുടങ്ങുന്നത്. ഇനി D എന്ന് പറയുന്ന പോയിന്റിനും ഇടത്തെ ഭാഗത്തെ നിപ്പിളിനും ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചാൽ അതിൻ്റെ കറക്റ്റ് നടുവിലാണ് ഒന്നാമത്തെ ചക്രം, ഹൃദയചക്രം എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് കിട്ടി. അപ്പോൾ അത് ഏകദേശം ഇടത്തെ നിപ്പിളിൽ നിന്ന് 4 വിരൽ താഴത്തെ ആണ് ഈ ഒന്നാമത്തെ പോയിന്റ് ഉള്ളത്. അതേപോലെ വലത്തെ നിപ്പിളിൻ്റെ അവിടെ നിന്ന് 4 വിരൽ താഴത്തേക്ക് എടുത്താൽ രണ്ടാമത്തെ പോയിന്റായി, രണ്ടാമത്തെ ചക്രം. ഇനി ഇടത്തെ ഭാഗത്തെ നിപ്പിളിൻ്റെ മേലെ 4 വിരൽ മേലേക്ക് എടുത്താൽ മൂന്നാമത്തെ ചക്രമായി. വലത്തെ ഭാഗത്തെ നിപ്പിളിൻ്റെ അവിടെ നിന്ന് 4 വിരൽ മേലേക്ക് എടുത്താൽ നാലാമത്തെ ചക്രമായി. ഈ കഴുത്തിലൊരു ചെറിയ കുഴിയില്ലേ, അതാണ് അഞ്ചാമത്തെ ചക്രം. ഈ 5 ചക്രങ്ങളാണ് നമ്മുടെ റിയൽ എസ്റ്റേറ്റ്. അവിടെയാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ നടക്കുന്നത്. അവിടെയാണ് പരിഹാരം പ്രധാനമായിട്ട്. ഇതിനാണ് ഹാർട്ട്ഫുൾനെസ് സ്പിരിച്വൽ അനാട്ടമിയിൽ നമ്മൾ ഹൃദയമണ്ഡലം എന്ന് പറയുന്നത്, ഈ 5 പോയിന്റുകൾ. ഇനി ഈ 5 പോയിന്റുകൾക്ക് പഞ്ചഭൂതങ്ങളായിട്ടുള്ള ബന്ധം. ഒന്നാമത്തെ പോയിന്റ് ഭൂമിയാണ്, രണ്ടാമത്തെ പോയിന്റ് ആകാശം, മൂന്നാമത്തെ പോയിന്റ് അഗ്നി, നാലാമത്തെ പോയിന്റ് വെള്ളം, അഞ്ചാമത്തെ പോയിന്റ് വായു. ഇതാണ് പഞ്ചഭൂതങ്ങളിലെ 5ാമത്തെ പോയിന്റ്. അപ്പോൾ ഈ പോയിന്റിൽ ഭൂമി മാത്രമേ ഉള്ളൂ അല്ല, അതിന് ചുറ്റും മറ്റ് പഞ്ചഭൂതങ്ങളും ഒരുമിച്ച് നിൽക്കുന്നുണ്ട്. പഞ്ചഭൂതങ്ങളിലെ കോമ്പിനേഷൻ എന്നാണ് സൃഷ്ടി ഉണ്ടാവണമെന്ന് പറഞ്ഞു. പക്ഷേ അവിടെ പ്രകടമായിട്ടുള്ള പഞ്ചഭൂതം ആദ്യത്തെ പോയിന്റിൽ ഭൂമിയാണ്, രണ്ടാമത്തേൽ ആകാശമാണ്, മൂന്നാമത്തേൽ അഗ്നിയാണ്, നാലാമത്തേൽ വെള്ളം, അഞ്ചാമത്തേൽ വായു. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ നമുക്ക്? ഇനി നമ്മൾ പറഞ്ഞു ഇഷ്ടാനിഷ്ടങ്ങൾ വരുന്നതോടുകൂടി C പോയിന്റിൽ ചലനം വന്നു. അത് ഫിൽട്ടർ ചെയ്ത് എയിലേക്കും ബിയിലേക്കും പോയി. ആ ഇഷ്ടാനിഷ്ടങ്ങളോട് നമ്മൾ പ്രതികരിക്കുന്ന രീതി ധാർമ്മികമാണോ അധാർമികമാണോ എന്നുള്ള അടിസ്ഥാനത്തിൽ കുറ്റബോധം നമ്മളിൽ വന്നു. അപ്പോൾ ABCD എന്നുള്ള പോയിന്റുകളൊക്കെ ഡിസ്റ്റർബ്ഡായി. ABCD എന്നുള്ള പോയിന്റുകളെല്ലാം ഒന്നാമത്തെ ചക്രത്തിൻ്റെ ചുറ്റുമാണ്. ഒന്നാമത്തെ ചക്രം അസ്വസ്ഥമാണ്. അതായത് ഭൂമി എന്നുള്ള പഞ്ചഭൂതം ഒന്നാമത്തെ ചക്രം അസ്വസ്ഥമാണ്. ഒന്നാമത്തെ ചക്രം അസ്വസ്ഥമായിട്ട് ഇങ്ങനെ തുടരാൻ നിൽക്കുക നിരന്തരം നമ്മുടെ ജീവിതത്തിൽ. അസ്വസ്ഥതയും കൊണ്ട് നമ്മൾ ജീവിക്കുകയല്ലേ. അപ്പോൾ അതൊക്കെ ഒന്നാമത്തെ ചക്രത്തിൽ നിന്ന് അത് ഓവർഫ്ലോ ചെയ്തിട്ട് കവിഞ്ഞൊഴുകി രണ്ടാമത്തെ ചക്രത്തിൽ വരും. രണ്ടാമത്തെ ചക്രം കവിഞ്ഞൊഴുകുമ്പോൾ അത് മൂന്നാമത്തെ ചക്രത്തിലേക്ക് പോകും. മൂന്നാമത്തെ ചക്രത്തിൽ നിന്ന് കവിഞ്ഞൊഴുകുമ്പോൾ നാലാമത്തെ ചക്രം, അത് കഴിഞ്ഞ് അഞ്ചാമത്തെ ചക്രം, അങ്ങനെ 13 ചക്രങ്ങളെയും ഒന്നൊന്നായിട്ട് ഇങ്ങനെ ബാധിച്ചുകൊണ്ടിരിക്കുക. ഒരു തരംഗം പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെയാണ് ഈ മുദ്രകൾ വന്ന് മൂടുന്നത് നമ്മളിൽ, അല്ലെങ്കിൽ കർമ്മഫലങ്ങൾ ഉണ്ടാകുന്നത്. ഇത് അനുനിമിഷം നമ്മളുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്രിയയാണ്. ഒന്നാമത്തെ ചക്രത്തിന് ബാബുജി മഹാരാജ് അതിൻ്റെ കളറ് മഞ്ഞ കളറാണ്, യെല്ലോ. അത് എന്തുകൊണ്ടാണ് യെല്ലോ എന്ന് വെച്ചാൽ അങ്ങനെയാണ് അത് പ്രതിഫലിക്കുന്നതായിട്ട് അദ്ദേഹം കണ്ടത്. രണ്ടാമത്തെ ചക്രത്തിന് ചുവപ്പ് കളറാണ്. മൂന്നാമത്തെ ചക്രത്തിന് വെള്ള നിറമാണ്, വൈറ്റ്. നാലാമത്തേന് ബ്ലാക്ക് കളറാണ്. അഞ്ചാമത്തെ ഗ്രീൻ കളറാണ്. അപ്പോൾ ഇതാണ് ഈ 5 കളറുകൾ, 5 പോയിന്റുകൾ. ഇനി ഓരോ പോയിന്റിലും അനുഭവപ്പെടുന്ന ദ്വന്ദ്ങ്ങൾ, പരസ്പര വൈരുദ്ധ്യങ്ങൾ, സൃഷ്ടി മുഴുവൻ നിൽക്കുന്ന പരസ്പര വൈരുദ്ധ്യങ്ങളിലാണ്. ഒരു ഗുണവിശേഷം മാത്രമായിട്ട് നിൽക്കാൻ പറ്റില്ല, ഒക്കെ പെയറായിട്ട് നിൽക്കുക ഭൂമിയിൽ സൃഷ്ടി മുഴുവൻ. അപ്പോൾ ഒന്നാമത്തെ ചക്രത്തിൽ നമുക്ക് അനുഭവപ്പെടുക സംതൃപ്തി അസംതൃപ്തി തമ്മിലുള്ള വൈരുദ്ധ്യമാണ്.
ഒരു സാഹചര്യത്തിൽ നമ്മളൊരു കാര്യം നടന്നു, നമുക്ക് ഒന്നുകിൽ സംതൃപ്തി അതിനോട് അനുഭവപ്പെടാം, അല്ലെങ്കിൽ അസംതൃപ്തി അനുഭവപ്പെടാം. രണ്ടാമത്തെ ചക്രം ആത്മചക്ര എന്ന് പറയും. അവിടെ ശാന്തിയും അശാന്തിയും തമ്മിലുള്ള വൈരുദ്ധ്യം നമുക്ക് അനുഭവം. മൂന്നാമത്തെ ചക്രത്തിൽ വരുമ്പോൾ സ്നേഹവും വെറുപ്പും തമ്മിലുള്ള വൈരുദ്ധ്യം അനുഭവപ്പെടും. നാലാമത്തെ, അപ്പോൾ അത് ഫയർ പോയിൻ്റാണ്, അഗ്നിചക്രമാണ് മൂന്നാമത്തെ. അതുകൊണ്ടാണ് സ്നേഹത്തിൻ്റെ വെറുപ്പിൻ്റെ അഗ്നിയാണ്. നാലാമത്തെ ചക്രത്തിൽ വരുമ്പോൾ അത് വാട്ടർ പോയിൻ്റാണ്. അവിടെ ധൈര്യവും ഭീരുത്വവും തമ്മിലുള്ള വൈരുദ്ധ്യം അനുഭവപ്പെടുന്നു. അഞ്ചാമത്തെ ചക്രം വായുവാണ്. അവിടെ വ്യക്തതയും അവ്യക്തതയും തമ്മിലുള്ള വൈരുദ്ധ്യം. ഇതാണ് ജീവിതത്തിൻ്റെ ഒരു ഫോർമുല. അപ്പോൾ സംതൃപ്തി അസംതൃപ്തി, ശാന്തി അശാന്തി, സ്നേഹം വെറുപ്പ്, ധൈര്യം ഭീരുത്വം, വ്യക്തത അവ്യക്തത. ഇതാണ് ഹൃദയമണ്ഡലത്തിലെ 5 പോയിന്റുകൾ. ഇനി ഈ ഓരോ പോയിന്റുകളിലും അതിനൊരു ബാലൻസ് ഉണ്ട്. നമ്മുടെ ജീവിതം നയിക്കുമ്പോൾ അതിനൊരു ബാലൻസ് വേണം. ഈ മുദ്രകൾ അടിഞ്ഞുകൂടുമ്പോൾ ഈ ബാലൻസ് പോകുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ചക്ര, ഹൃദയചക്രത്തിൽ മുഴുവൻ ഈ മാലിന്യങ്ങളും സങ്കീർണതകളും അടിഞ്ഞുകൂടുമ്പോൾ അതെങ്ങനെ അടിഞ്ഞുകൂടണം നമ്മൾ നേരത്തെ പറഞ്ഞു, ഇഷ്ടാനിഷ്ടങ്ങളിലൂടെ തുടങ്ങിയിട്ട് അടിഞ്ഞുകൂടുമ്പോൾ എന്തുണ്ടാവും? അസംതൃപ്തിയാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഫീൽ ചെയ്യുക. എപ്പോഴും ഏത് സാഹചര്യത്തിലായാലും നമ്മൾ കംപ്ലൈൻറ്റ് പറഞ്ഞുകൊണ്ടേയിരിക്കും, അസംതൃപ്തരായിരിക്കും. അപ്പോൾ എന്താണ് കാരണം? ഒന്നാമത്തെ ചക്രം മുഴുവൻ മാലിന്യങ്ങളും സങ്കീർണതകളും നിറഞ്ഞിരിക്കുന്നു. രണ്ടാമത്തെ ചക്രത്തിലേക്ക് വന്നാൽ ശാന്തിയും അശാന്തിയാണ് അവിടുത്തെ വൈരുദ്ധ്യങ്ങൾ എന്ന് പറയും. അപ്പോൾ രണ്ടാമത്തെ ചക്രത്തിൽ മാലിന്യങ്ങളും സങ്കീർണതകളും നിറഞ്ഞാൽ നമുക്ക് അശാന്തി ഫീൽ ചെയ്യും. നമ്മുടെ ജീവിതത്തിനൊരു ശാന്തി സമാധാനം ഉണ്ടാവില്ല. അത് മാലിന്യങ്ങളും അസ്വസ്ഥതകളും അവിടെ ഇല്ലെങ്കിലോ ശാന്തി ഫീൽ ചെയ്യും. മൂന്നാമത്തെ ചക്രത്തിൽ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുമ്പോൾ നമുക്ക് ധൈര്യത്തിന് പകരം സ്നേഹത്തിന് പകരം ദേഷ്യം വരും. എല്ലാ കാര്യത്തിനും എപ്പോഴും ദേഷ്യം വന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ മൂന്നാമത്തെ ചക്രം നോക്കിക്കഴിഞ്ഞാൽ അതൊരുവിധമൊക്കെ സ്പോയിലായിട്ടുണ്ടാവും. അപ്പോൾ അമിതമായിട്ടുള്ള ദേഷ്യം വരുമ്പോൾ മൂന്നാമത്തെ ചക്രമാണ് അഫക്റ്റ് ആവുന്നത്. ഇനി നമുക്ക് ധൈര്യവും ഭീരുത്വവും നാലാമത്തെ ചക്രത്തിൽ. എല്ലാ സാഹചര്യത്തിലും നമുക്ക് ഭയവും ഭീരുത്വവും അനുഭവപ്പെടാതിരിക്കുക. ചിലരൊന്നും പറയില്ല, ഒന്നും ചെയ്യാൻ ഒരു ധൈര്യമില്ല. അപ്പോൾ നാലാമത്തെ ചക്രത്തിലാണ് മുദ്രകളിലെന്ന് മനസ്സിലാക്കാം. ജീവിതത്തിൽ ഒരു കാര്യം നമ്മൾ നിശ്ചയിക്കുമ്പോൾ അതിനൊരു വ്യക്തത കിട്ടുന്നില്ല. എനിക്ക് എത്ര ആലോചിച്ച് നോക്കിയിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല, ഒരു ക്ലാരിറ്റി ഇല്ല, എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. അപ്പോൾ ഈ അഞ്ചാമത്തെ വായുവിൻ്റെ ചക്രം, അവിടെയാണ് മാലിന്യങ്ങൾ. അപ്പോൾ കുറച്ചും കൂടി വ്യക്തത കിട്ടി ജീവിതത്തിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ അല്ലേ. മറ്റേ നമുക്ക് ആകെ ഈ എല്ലാ പ്രശ്നവും നമുക്കുണ്ട്, പക്ഷേ എവിടെയാണ് എന്താണ് ഏറ്റക്കുറച്ചിൽ നമുക്കറിയില്ല. അതിനാണ് ഇതിൻ്റെ ശാസ്ത്രീയത മനസ്സിലാക്കുന്നത്. അപ്പോൾ ഓരോ പോയിന്റുകൾ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കണമെന്ന് പറഞ്ഞു, അതിൻ്റെ കളർ എന്താണെന്ന് പറഞ്ഞു, അത് കാണിക്കുന്ന സ്വഭാവം എന്താണെന്ന് പറഞ്ഞു. അത് ശുദ്ധീകരിച്ച് കഴിഞ്ഞാൽ എന്താണ് എഫക്റ്റ് ഉണ്ടാവുക, അതിൽ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടി എന്താണ് എഫക്റ്റ് ഉണ്ടാവുക. ഇനി ഉദാഹരണത്തിന് നോക്കാം. ആറാമത്തെ ചക്രം എവിടെയാണ്? ആജ്ഞാചക്രം എന്ന് പറയും. ആറാമത്തെ ഈ ചക്രത്തിനാണ് ഊർജം. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള മണ്ഡലങ്ങളെയൊക്കെ മനോമണ്ഡലം എന്നാണ് പറയുക, മനസ്സിൻ്റെ ഏരിയയാണ്. മറ്റേ ഈ മണ്ഡലം ഏതാണ്? ഹൃദയമണ്ഡലം. അപ്പം മനോമണ്ഡലത്തിൽ നിന്ന് ഊർജം താഴത്തേക്ക് വരുന്നു ഹൃദയമണ്ഡലത്തിലേക്ക്.
ഹൃദയമണ്ഡലത്തിൽ വന്ന് നമ്മൾ പ്രവൃത്തി മേഖലയിൽ നമ്മൾ ഇടപെടുന്നു. അപ്പോൾ ആറാമത്തെ ചക്രത്തിൽ നിന്ന് നമുക്ക് ആജ്ഞ ചക്രത്തിൽ നിന്ന് ഊർജം വന്ന് താഴെ നേരെ അഞ്ചാമത്തെ ചക്രത്തിൽ വന്നു. അഞ്ചാമത്തെ ചക്രം എന്താണ്? വായുവാണ്. വ്യക്തതയും അവ്യക്തതയാണ് അവിടുത്തെ പ്രകടമായ സ്വഭാവം. അവിടെ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടിയിട്ട് എന്തുണ്ടാവും? നമുക്ക് അവ്യക്തത, ജീവിതത്തെക്കുറിച്ച് അവ്യക്തത. വീണ്ടും താഴേക്ക് നാലാമത്തെ പോയിന്റിൽ വന്നു, വാട്ടർ പോയിന്റ്. അവിടെ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടിയിട്ടുണ്ടെങ്കിലോ നമുക്കൊന്നും ചെയ്യാൻ ധൈര്യമില്ല. എന്നാലും സാഹചര്യത്തിൻ്റെ സമ്മർദ്ദത്തിൽ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്തു പോകും. മൂന്നാമത്തെ ചക്രത്തിലേക്ക് വന്നാലോ ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ദേഷ്യം വരും, ഇഷ്ടമില്ലാത്ത ജോലി ചെയ്യണ പോലെ. അത് കഴിഞ്ഞ് വീണ്ടും രണ്ടാമത്തെ പോയിന്റിലേക്ക് എത്തുമ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് അശാന്തി അനുഭവപ്പെടും. ഒന്നാമത്തെ ചക്രത്തിലെത്തുമ്പോൾ അതിൻ്റെ ഫൈനൽ റിസൾട്ട് അസംതൃപ്തി. അപ്പോൾ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്, ഊർജം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കോസ്മിക്കിന്ന്. നമുക്ക് വ്യക്തതയില്ല, ധൈര്യമില്ല, ദേഷ്യം വരുന്നു, അശാന്തി, അസംതൃപ്തി. ഇതാണ് എല്ലാ പോയിന്റുകളും മാലിന്യങ്ങളും സങ്കീർണതകളും ചേർന്നാലുണ്ടാവുന്ന അവസ്ഥ. ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള അവസ്ഥ ആലോചിച്ചു. ആദ്യത്തെ 5 പോയിന്റുകൾ നല്ല ക്ലീനാണെന്ന് വിചാരിക്കുക. എന്താ സംഭവിക്കുക? ഇവിടുന്ന് പവർ വന്നു, ഇവിടേക്ക് നല്ല വ്യക്തത ഉണ്ട് എന്താ ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ച്. 4ാമത്തെ പോയിന്റിൽ വന്നാൽ ചെയ്യാനായിട്ട് ജീവിതത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ അസാധ്യമായ ധൈര്യമുണ്ട്. 3ാമത്തെ പോയിന്റിൽ വന്നാൽ അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്നേഹം ഫീൽ ചെയ്യും. 2ാമത്തെ പോയിന്റിലേക്ക് വന്നാൽ ശാന്തി ഫീൽ ചെയ്യും. നമുക്ക് കാര്യം ചെയ്ത് കഴിയുമ്പോൾ ആദ്യത്തെ പോയിന്റിൽ വന്നാൽ ഇതല്ലേ നമ്മൾ ജീവിതത്തിൽ ആഗ്രഹിക്കണം അല്ലേ? വ്യക്തത, ധൈര്യം, സ്നേഹം, ശാന്തി, സംതൃപ്തി. നമ്മൾ ഓരോരുത്തരും നമ്മളെ കർമ്മ മേഖലയിൽ ആലോചിച്ച് നോക്കുക എന്താ സംഭവിക്കണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എവിടെയാണ് ഇമ്പ്യൂരിറ്റീസ് ഉള്ളത്. അപ്പോൾ എത്ര വ്യക്തമായി നോക്കുക, ആലോചിക്കും കാര്യങ്ങൾ. അപ്പോൾ ഈ ശാസ്ത്രം നമുക്ക് സഹായകമാണോ അല്ലേ? തീർച്ചയായിട്ടുമാണ്. അപ്പോൾ ഇതാണ് ഹൃദയമണ്ഡലത്തിൻ്റെ സ്ഥിതി. ഏകദേശം മനസ്സിലായില്ലത്. ഇനി ഇത് ഭഗവത്ഗീതയിലൊക്കെ പറയുന്നുണ്ട്, ഇതിനെ പുരുഷാർത്ഥങ്ങൾ എന്നാണ് പറയുന്നത്. അത് തന്നെയാണിത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു 6000 കൊല്ലം മുമ്പ് ഭഗവത്ഗീത വന്നു. അതിലെ തത്വങ്ങൾ ജീവിതത്തിൽ പ്രയോഗക്ഷമമാക്കുന്ന രീതിയിലാണ് ബാബുജി മഹാരാജ് സാധന ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ പുരുഷാർത്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? 4 എണ്ണമാണ്. അത് തുടങ്ങുന്നത് വർണ്ണാശ്രമധർമ്മത്തിലാണ്. ഭഗവത്ഗീതയിലുള്ളതാണ്. ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം എന്ന് പറയുന്നത് 4 വർണ്ണങ്ങൾ. വർണ്ണാശ്രമധർമ്മം എന്ന് പറഞ്ഞാൽ വർണ്ണം, ആശ്രമം, ധർമ്മം. 4 വർണ്ണങ്ങൾ, 4 ആശ്രമം, 4 ധർമ്മങ്ങളാണ്. അപ്പോൾ 4 വർണ്ണങ്ങൾ എന്താ നമുക്കറിയാം. ശൂദ്രൻ, വൈശ്യൻ, ക്ഷത്രിയൻ, ബ്രാഹ്മണൻ. 4 വർണ്ണങ്ങൾ. 4 ആശ്രമങ്ങൾ ഏതാണ്? ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം. ഈ 4 ധർമ്മങ്ങളോ? ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. അപ്പോൾ തുടങ്ങുന്ന എവിടുന്നാണ്? വർണ്ണാശ്രമധർമ്മം. 4 വർണ്ണങ്ങളിൽ 4 വർണ്ണങ്ങളിൽ ആദ്യത്തെ വർണ്ണം ഏതാണ്? ശൂദ്രൻ. ശൂദ്രനിൽ നിന്ന് തുടങ്ങി അവസാനിക്കുന്ന എവിടെയാ? 12ാമത്തെ മോക്ഷം. ശൂദ്രനിൽ തുടങ്ങി മോക്ഷപ്രാപ്തിയിലേക്ക് എത്തുന്ന 12 സ്റ്റേജസിനെ കുറിച്ചാണ് വർണ്ണാശ്രമധർമ്മം പറയുന്നത്. നമ്മളത് മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ്?
അങ്ങനെയാണോ? അല്ല. അപ്പോൾ ഈ ശൂദ്രൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ എല്ലാ കാര്യങ്ങളിലും നമ്മുടെ ശരീരത്തിന് തന്നെ റെപ്രസെൻ്റ് ചെയ്യുക. ശൂദ്രൻ കാലുകളെ റെപ്രസെൻ്റ് ചെയ്യുന്നു. വൈശ്യൻ എന്ന് പറഞ്ഞാൽ അരക്കെട്ടാണ്. ക്ഷത്രിയൻ എന്ന് പറഞ്ഞാൽ തോളാണ്. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ മുഖമാണ്. ഇത് മുഴുവൻ ശരീരത്തിന് വേണ്ടേ? ശൂദ്രൻ വേണ്ട, കാല് വെട്ടിക്കളയാൻ പറ്റുമോ? അപ്പോൾ കാല് എന്താ വെച്ചാൽ എല്ലാ തരത്തിലും അസ്വസ്ഥമായിട്ടുള്ള, കാലിന് എപ്പോഴും അസ്വസ്ഥതയാണ്. കാലെന്ന് പറഞ്ഞാൽ ശരീരം എന്നുള്ള അർത്ഥത്തിലാണ് ഉദ്ദേശിക്കുന്നത്. ഭൂമി എന്നുള്ള പഞ്ചഭൂതത്തിലെ ഭൂമിയാണ്. ശരീരത്തിന് എപ്പോഴും അസ്വസ്ഥതയായിരിക്കും. അരക്കെട്ടായിട്ടുള്ള വൈശ്യം എന്ന് പറഞ്ഞാൽ മനസ്സാണ്. ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് മൂവ് ചെയ്യുക. മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചാഞ്ചലപ്പെട്ടുകൊണ്ടിരിക്കും. ഇപ്പോൾ മനസ്സാണ് ഉദ്ദേശിക്കുന്നത്. ക്ഷത്രിയൻ എന്ന് പറഞ്ഞാൽ നമ്മളെ സംരക്ഷിക്കാനുള്ളതാണ്. അത് ബുദ്ധിയും അഹങ്കാരമാണ് അത് വേണ്ടത്. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ജ്ഞാനമാണ്. എല്ലാ പഞ്ചേന്ദ്രിയങ്ങളും മുഖത്തല്ലേ ഉള്ളത്? നോക്കൂ, കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി എല്ലാം എവിടെയുള്ളത്? മുഖത്ത്. അപ്പോൾ ജ്ഞാനേന്ദ്രിയങ്ങളുള്ള ഭാഗം, അതിനാണ് ബ്രാഹ്മണൻ. ഇപ്പോൾ ജ്ഞാനമുള്ള ആളെന്നുള്ള അർത്ഥത്തിലാണ് ബ്രാഹ്മണൻ എന്നുള്ള വാക്ക് ബ്രഹ്മജ്ഞാനം എന്നുള്ള അർത്ഥം. അങ്ങനെയാണിത് വന്നത്. ഇനി അത് കഴിഞ്ഞാലോ? അപ്പോൾ അത് 4ാമത്തെ സ്റ്റേജ്. അടുത്ത് കഴിഞ്ഞാൽ പിന്നെ ആശ്രമത്തിലേക്ക് കിടക്കുക. ഏതാശ്രമങ്ങൾ? ആദ്യം ബ്രഹ്മചര്യം. ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ എന്താ? പഠിക്കുന്ന കാലത്ത് നമ്മൾ അനുഷ്ഠിക്കേണ്ട കുട്ടികളാകുമ്പോൾ. അത് കഴിഞ്ഞാൽ ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നു. ഒരു കൂട് കെട്ടി അതിൻ്റെ ഉള്ളിലിരിക്കുന്നു. പിന്നെയോ? പിന്നെ ഇന്ന് പതുക്കെ വിരക്തി അനുഭവപ്പെടുന്നു. വാനപ്രസ്ഥം, ഡിറ്റാച്ച്മെൻറ്റ്. പിന്നെ സന്യാസം എന്ന് പറഞ്ഞാൽ ധ്യാനം. പിന്നെയോ മോക്ഷപ്രാപ്തി. ഹാർട്ട്ഫുൾനെസ്സിൽ എന്താണ്? ഇതെല്ലാം കൂടി ചേർത്ത് ഗൃഹസ്ഥാശ്രമത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുക ഇതെല്ലാം. അപ്പോൾ ഈ 12 സ്റ്റെപ്പ് കൂടെ കടന്നു പോകുന്നു എന്നുള്ളതുകൊണ്ടാണ് ഇതിനെ സാഖ്യയോഗം എന്ന് ഭഗവത്ഗീത പറയുന്നത്. സംഖ്യകളുടെ കണക്കല്ല അതിൽ പറയുന്നത്. സാഖ്യയോഗം. സംഖ്യ വെച്ചാൽ 1, 2, 3 എന്നുള്ള അർത്ഥമില്ല, കൃത്യമായിട്ട് പറഞ്ഞിരിക്കണമെന്നർത്ഥം. മാത്തമാറ്റിക്സാണ് ഏറ്റവും ആക്യുറേറ്റ് സയൻസ് എന്ന് പറയാം. അപ്പോൾ അതുപോലെ കണക്ക് എണ്ണങ്ങൾ വെച്ച് പറഞ്ഞിരിക്കണമെന്ന് വെച്ചാൽ വ്യക്തതയോടുകൂടി പറഞ്ഞിരിക്കണമെന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള രീതിയിലല്ല അതൊന്നും ഉള്ളത്. പിന്നീട് ഇതിനെ ഇന്ന് കാണുന്ന നമുക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്ന ജാതി വ്യവസ്ഥയായിട്ട് മാറി. പക്ഷേ ഇത് എഴുതി വെച്ചിട്ടുള്ള ആൾ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. ഒരു അസ്വസ്ഥമായിട്ടുള്ള ശരീരത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് നോക്കൂ, അസംതൃപ്തിയാണ് തുടക്കം. അതാണ് ശൂദ്രൻ എന്ന് പറയുന്നത്. അസംതൃപ്തി എന്ന് തുടങ്ങി മോക്ഷപ്രാപ്തിയിലെത്തുന്നവരുള്ള വഴികളാണ് ഈ പറയുന്നത്. അപ്പോൾ ഇത് ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്, ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം. പക്ഷെ അതിനെ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ പ്രയോഗക്ഷമമാക്കുമെന്നാണ് ബാബുജി മഹാരാജ് ഓരോ സാധനയിലും പറയുന്നത്. ഹാർട്ട്ഫുൾനെസ്സിലെ ഓരോ പ്രാക്ടീസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ തത്വങ്ങൾ പ്രയോഗക്ഷമമാക്കുന്നത് കാണാൻ പറ്റും. ഇനി ഞാൻ പറഞ്ഞു, ഈ ABCD എന്നുള്ള പോയിന്റുകൾ പുരുഷാർത്ഥങ്ങളാണ്. അതായത് ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. അപ്പോൾ ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ ധാർമ്മികമായിട്ട് നമ്മൾ അർത്ഥം സമ്പാദിക്കണം. അർത്ഥം എന്ന് വെച്ചാൽ സമ്പത്ത്. കാമം വേണം നമുക്ക് എന്തൊക്കെ വേണം വേണ്ട ജീവിതത്തിൽ, അതാണ് കാമം. അതിനുശേഷം മോക്ഷപ്രാപ്തി. ഈ ABCD പോയിന്റുകൾ വരുമ്പോൾ എവിടെ വരെ? Cയും Dയും നോക്കൂ. ഒരു കാര്യം കണ്ട ആദ്യം ഇഷ്ടാനിഷ്ടങ്ങൾ വരുന്നത് പോയിന്റില്ല, Cയിലാണ്. Dയിൽ എന്താണ്? കുറ്റബോധം. ഈ Cയും Dയും കൂടി ചേർന്നാൽ എന്താ കിട്ടുക? ധാർമ്മികതയാണ് വരിക, ധർമ്മം. എന്നിട്ട് ബാബുജി മഹാരാജ് പറഞ്ഞു, ഈ C എന്നുള്ള പോയിന്റ് ഡിസ്റ്റർബ് ചെയ്യാണ്ട് നമ്മൾ നോക്കണം. ഒരു കാര്യം കാണുമ്പോൾ ഉടനെ തന്നെ നമ്മൾ ഇഷ്ടാനിഷ്ടങ്ങൾ വെച്ച് പ്രയോഗിച്ചു നിൽക്കുക, അതോടുകൂടി C ഡിസ്റ്റർബ്ഡായി. ഇത് ധാർമ്മികമായിട്ടല്ല നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കണമെങ്കിൽ കുറ്റബോധം എന്ന് പറയുക. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, C പോയിന്റിൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ എന്താ ചെയ്യുക? നമ്മൾ
ഈശ്വര സ്മരണയിലാണ് നിങ്ങളൊരു കാര്യങ്ങൾ ചെയ്യണതെങ്കിൽ ഒരു കാര്യം കാണുമ്പോൾ എന്താണ് അതിൽ ഹിതമായത് അഹിതമായതെന്ന് മാത്രമേ നമ്മൾ എടുക്കുള്ളൂ. ഈ ഇഷ്ടാനിഷ്ടങ്ങളെ വെച്ച് ഇങ്ങനെ അതിനെ വിലയിരുത്തില്ല എന്ന്. അപ്പം അതുകൊണ്ട് പറഞ്ഞത് സി പോയിൻ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള പരിപാടി നിരന്തര സ്മരണയാണ്. നിരന്തര സ്മരണ ധാർമ്മികതയിലേക്കുള്ളൊരു വഴിയാണ്. കുറ്റബോധമില്ലാണ്ട് ജീവിക്കാം നമുക്ക്. അപ്പോൾ ബാബുജി മഹാരാജ് പറഞ്ഞു, നിങ്ങൾ ആരാന്ന് ആലോചിച്ചിരുന്നിട്ട് എന്താ കാര്യം? അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ മറന്നേക്കൂ, എന്നിട്ടോ നിങ്ങളുടെ ഗുരുവിനെ സ്മരിക്കൂ. ഞാൻ ആരാണെന്ന് ആലോചിച്ചിട്ട് എന്താ കാര്യം? എല്ലാ ആധ്യാത്മിക ശാസ്ത്രങ്ങളും ഹു ആർ യു, നീങ്കയാറെന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്നത്. എന്താ അതുകൊണ്ട് കാര്യം? ഞാൻ എന്താണെന്ന് എനിക്കറിയാമല്ലോ, ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നുള്ളത്. അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചിരുന്നിട്ട് എന്താ കാര്യം? ഫൊർഗെറ്റ് യുവർ സെൽഫ് ആൻഡ് റിമെമ്പർ യുവർ മാസ്റ്റർ. അപ്പോൾ സ്വയം മറന്ന് ഗുരുവിനെ സ്മരിക്കുമ്പോഴാണ് സിയും ഡിയും എന്നുള്ള പോയിൻ്റ് പെർഫെക്റ്റ് ആയിരിക്കും. അപ്പോൾ ധാർമ്മികമായി നമ്മൾ ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ അർത്ഥം സമ്പാദിക്കണം. നമ്മൾ എ പോയിൻ്റ് പൈസ ഉണ്ടാക്കണം, ജോലി ചെയ്യണം, പക്ഷേ ധാർമ്മികമായിട്ട് വേണം നമ്മൾ ചെയ്യാൻ. ഇപ്പോൾ ജീവിതത്തിൽ എന്ത് ചെയ്യുമ്പോഴും ധാർമ്മികത കീപ്പ് ചെയ്യണമെങ്കിൽ സി എന്നുള്ള പോയിൻറ്റും ഡി എന്നുള്ള പോയിൻറ്റും ഡിസ്റ്റർബ്ഡ് ആവാണ്ട് നമ്മൾ പ്രയോഗിക്കേണ്ടതുണ്ട്. ബി എന്നുള്ള പോയിൻ്റ് എന്താണ്? വ്യക്തികളോടുള്ള ഇഷ്ടാനിഷ്ടങ്ങളാണ്, സെൻഷ്വാലിറ്റിയാണ് അവിടെ കാണിക്കുന്നത്. ഓപ്പോസിറ്റ് സെക്സിനോടുള്ള അട്രാക്ഷനാണ്. അത് ധാർമ്മികമായിട്ടുള്ളതാണ് എന്ത്? ഗൃഹസ്ഥാശ്രമം. അതുകൊണ്ടാണ് അർത്ഥം, ധർമ്മം, അർത്ഥം, കാമം. ഇനി ഈ പോയിന്റുകളൊക്കെ ഡിസ്റ്റർബ്ഡ് ആയാൽ നമ്മൾ അസംതൃപ്തിയാണ് ഫീൽ ചെയ്യുക നമുക്ക്. ഒന്നാമത്തെ പോയിന്റിൽ ഈ പോയിന്റുകൾ ക്ലീൻ ആണെങ്കിൽ രണ്ടാമത്തെ പോയിന്റിനെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. ഏതാ രണ്ടാമത്തെ പോയിന്റ്? അവിടെയാണ് നമുക്ക് ആദ്യമായിട്ട് നമുക്ക് ശാന്തി ഫീൽ ചെയ്യുമ്പോൾ ഒരു മോക്ഷപ്രാപ്തിയുടെ ഫീലിംഗ് ഉണ്ടാവും. ഇപ്പോൾ ABCD പോയിന്റുകളും ഒന്നാമത്തെ പോയിന്റിലും മുദ്രകളില്ല എന്ന് വിചാരിക്കാം. മോക്ഷപ്രാപ്തിയുടെ ആദ്യത്തെ ഫീലിംഗ് നമുക്ക് കിട്ടുക അങ്ങനെയാണ്. ഹാർട്ട്ഫുൾനെസ്സിലെ ആദ്യത്തെ സിറ്റിംഗ് എടുത്തു കഴിഞ്ഞാൽ എല്ലാ അഭ്യാസികളും എന്താ പറയുക? നല്ല പീസ്ഫുള്ളായിരുന്നു എന്ന് പറയും. സെക്കൻഡ് പോയിൻ്റ് എഫക്റ്റാണത്. അതിൻ്റെ അടുത്ത് ഒന്നാമത്തെ സിറ്റിങ്ങിൽ സെക്കൻഡ് പോയിന്റിലേക്ക് ജമ്പ് ചെയ്തു എന്നല്ല, മാസ്റ്റേഴ്സ് ആ സെക്കൻഡ് പോയിൻ്റ് എഫക്റ്റ് നമ്മളിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്ത് മനസ്സിലാക്കി ഇതാണ് ടേസ്റ്റ്. അപ്പോൾ നമുക്കൊരു ഇൻസ്പിറേഷൻ തരികയാണ് മാസ്റ്റേഴ്സ്. ഈ പോയിന്റിലൊക്കെ നമ്മൾ ആക്ച്വലായിട്ട് എത്തുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ ടേസ്റ്റ് അദ്ദേഹം തന്നുകൊണ്ടിരിക്കും നമുക്ക് ആത്മീയ വിഷയങ്ങളിൽ താല്പര്യം ഉണ്ടാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ പരിശീലനം തന്നെയാണ് നമ്മളെ താല്പര്യത്തിലേക്ക് നയിക്കുന്നത്. അതുകൊണ്ട് താല്പര്യം ഉണ്ടായിട്ട് പരിശീലനം ചെയ്യാൻ പറ്റില്ല. പരിശീലനത്തിൽ കൂടുതൽ നമ്മൾ മുഴുകുമ്പോൾ ആത്മീയ ജീവിതത്തിലുള്ള താല്പര്യം നമുക്ക് കൂടിക്കൊണ്ടിരിക്കും. ഈ സെക്കൻഡ് പോയിൻ്റാണ്. അപ്പോൾ ABCD പോയിൻറ്റും ഫസ്റ്റ് പോയിൻറ്റും സെക്കൻഡ് പോയിൻറ്റും ചേർന്ന് കഴിഞ്ഞാൽ വർണ്ണാശ്രമ ധർമ്മങ്ങളിലെ പുരുഷാർത്ഥങ്ങളായി നിർത്തും. അതായത് അത് പ്രായോഗികമായിട്ട് നമ്മുടെ ജീവിതത്തിൽ പ്രയോഗിക്കാം. അല്ലാണ്ട് പുരുഷാർത്ഥങ്ങളെക്കുറിച്ച് നമ്മൾ വായിച്ചും പഠിച്ചും പുസ്തകങ്ങൾ എഴുതിയിട്ടും നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ അത് പ്രായോഗികമാക്കും? അപ്പോൾ ഹാർട്ട്ഫുൾനെസ് എത്ര പ്രായോഗികമായിട്ടുള്ള സാധനാ പദ്ധതിയാണെന്ന് ആലോചിച്ച് നോക്കൂ. അപ്പം അതിൻ്റെ പ്രായോഗിക ജീവിതത്തിലെ ഹാർട്ട്ഫുൾനെസ്സിൻ്റെ കാര്യക്ഷമത നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത്ഭുതസ്തബ്ധരായി പോകുന്നു. എന്തൊക്കെ കാര്യങ്ങളായാൽ ബാബുജി മഹാരാജ് അദ്ദേഹത്തിൻ്റെ വിവേകത്തിൽ എഴുതി വച്ചിരിക്കുന്നു. ഇനി ആറാമത്തെ പോയിന്റ് വരെ നമ്മൾ പറഞ്ഞത്. അപ്പോൾ ആദ്യത്തെ 5 പോയിന്റുകൾ പഞ്ചഭൂതമാണ് പറയുന്നത്. ആറാമത്തെ തൊട്ട് 12ാമത്തെ വരെ ഇതേ പഞ്ചഭൂതങ്ങൾ റിപ്പീറ്റ് ചെയ്യണം. ഒന്നാമത്തെ പോയിന്റ് ഭൂമി എന്ന് പറഞ്ഞില്ലേ? ഭൂമി, ആകാശം, അഗ്നി, ജലം, വായു. പിന്നെ എവിടെ നിന്നാണ് തുടങ്ങുക? അപ്പോൾ ഏതായിരിക്കും അത്? പഞ്ചഭൂതം, ഭൂമി. 7ാമത്തെ പോയിന്റ് ആകാശം, 8 അഗ്നി, 9 ജലം, 10 വായു. വീണ്ടും റിപ്പീറ്റ് ചെയ്തത് 11 എന്തായിരിക്കും? ഭൂമി, 12 ആകാശം. അത് കഴിഞ്ഞാൽ സെൻട്രൽ റീജിയനിലേക്ക് പ്രവേശിക്കുന്നു, കേന്ദ്രമണ്ഡലം.
ഇപ്പം 6 മുതൽ 12 വരെ മനോമണ്ഡലം എന്ന് പറയും. അവിടെ കളറ് ഹൃദയമണ്ഡലത്തിൽ കാണുന്ന കളറിനെ കുറച്ച് മൈൽഡായിട്ടുണ്ട്. മങ്ങിയ മഞ്ഞ നിറം, മങ്ങിയ ചുവപ്പ് നിറം, മങ്ങിയ വെള്ള നിറം ഒക്കെ ഉണ്ടാവും. അവിടെ വൈരുദ്ധ്യങ്ങൾ ഉണ്ടോയെന്ന് വെച്ചാൽ ഉണ്ട്. ഒരേ ഒരു വൈരുദ്ധ്യമുള്ളൂ. മനോമണ്ഡലമാണ്. അത് ദിവ്യമായ മണ്ഡലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കണം. ഈശ്വരനും ഞാനും എന്നുള്ള വൈരുദ്ധ്യം മാത്രമേ ഉള്ളൂ. ഒന്നുകിൽ ഈശ്വരൻ അല്ലെങ്കിൽ ഞാൻ. ഇതാണ് അവിടുത്തെ ഈ പോയിന്റുകളിലൊക്കെ ഉള്ള വൈരുദ്ധ്യം. പക്ഷെ പോയിന്റുകൾ കൂടുതൽ അവിടെയാണ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആദ്യം ഇഷ്ടാനിഷ്ടങ്ങളെ നമ്മൾ ആഗ്രഹങ്ങളെ മറികടക്കുന്നതോടുകൂടി മോക്ഷപ്രാപ്തി എന്നുള്ള അവസ്ഥ 6ാമത്തെ പോയിന്റ് നമുക്ക് കിട്ടും. 6 മുതൽ 12 വരെയുള്ള പോയിന്റുകളിൽ എന്തിനാണ് നമ്മൾ മറികടക്കേണ്ടത്? ഈശ്വരനും ഞാനും തമ്മിലുള്ള വൈരുദ്ധ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? അഹങ്കാരം. ഇപ്പം ഈഗോന് 11 വലയങ്ങളാണ്. ഇഷ്ടാനിഷ്ടങ്ങൾക്ക് 5 വലയങ്ങളേ ഉള്ളൂ. താരതമ്യേന മറികടക്കാൻ ബുദ്ധിമുട്ടുള്ള ഏതാണ്? അതാണ് നമ്മളെ വലയ്ക്കുക. അപ്പോൾ ഈ 2 പ്രശ്നമുള്ള ആധ്യാത്മികതയിൽ എന്താണ്? ആഗ്രഹങ്ങളും അഹങ്കാരവും മാത്രമേ ആത്മീയതയിൽ 2 പ്രശ്നങ്ങളുള്ളൂ. നിസ്സാരല്ലേ? പക്ഷെ വലയങ്ങൾ, ആദ്യത്തെ 5 വലയങ്ങൾ, അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു. അഹങ്കാരത്തിൻ്റെ വലയങ്ങൾ 11 വലയങ്ങൾ. കുറച്ചും കൂടി വ്യക്തത ഒന്നുമില്ല. അപ്പോൾ ഈ സയൻസ് അറിയുമ്പോൾ നമുക്ക് ബോധപൂർവം ജീവിക്കാൻ തോന്നും. ബോധപൂർവമുള്ള ജീവിതമാണ് ആത്മീയത. നമ്മൾ മനസ്സിലാക്കണം. ബോധമില്ലാതിരിക്കുന്ന ജീവിക്കുന്ന ആൾക്ക് ഇതൊന്നും ഒരു പ്രശ്നമില്ല കേട്ടോ. അയാൾക്ക് എന്തും ചെയ്യാം. ശ്രീനാരായണ ഗുരു പറഞ്ഞ 2 ഘട്ടം അവർ ഈ 2 എണ്ണമാണത്. ഏത്? അതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ലാളിത്യം കൊണ്ട് നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഇത് ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ? 3 മണ്ഡലങ്ങൾ: ഹൃദയമണ്ഡലം, മനോമണ്ഡലം, കേന്ദ്രമണ്ഡലം. അതിലെ കളറുകൾ പറഞ്ഞു. ഇനി ആത്മാവ് ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന അവസ്ഥയാണ്. ഒരു ഗർഭിണിയായി കഴിഞ്ഞാൽ എത്രാമത്തെ മാസത്തിലാണ് ഈ ആത്മാവ് ശരീരത്തിൽ പ്രവേശിക്കുക എന്ന് പറയുന്നത്? ഭാര്യയും ഭർത്താവും കൂടി ചേർന്ന് അപ്പം തന്നെ പ്രവേശിക്കുമോ? ഇല്ല. 3ാമത്തെ മാസത്തിൻ്റെ അവസാനത്തിലാണ് പ്രവേശിക്കുന്നത്. കുറച്ചും കൂടി മുദ്രകളില്ലാത്ത ആത്മാവാണെങ്കിൽ പിന്നെയും വൈകിട്ട് പ്രവേശിക്കുള്ളൂ. അപ്പോൾ സ്ത്രീ പുരുഷ സംയോഗം നടന്നു. 3 മാസം കഴിയുന്നവരെ ഈ സോൾ എവിടെയാണ്? സോള് ഇതിൽ പ്രവേശിക്കാൻ തീരുമാനിച്ച് ഈ അമ്മയുടെ ചുറ്റും ഉണ്ടാവും. അമ്മയുടെ ചുറ്റും നിന്നുകൊണ്ട് അതിൻ്റെ ഇച്ഛാശക്തി പ്രയോഗിച്ച് ഇതിൻ്റെ ഉള്ളിൽ ഈ ഭ്രൂണത്തിനെ അത് വളർത്തിക്കൊണ്ടിരിക്കണം. പുറത്താണത്. 3ാമത്തെ മാസം കഴിഞ്ഞ് 90ാമത്തെ ദിവസം അടുത്ത വരുന്ന സമയത്ത് അത് നിശ്ചയിക്കും ഇത് എൻട്രി ചെയ്യണോ വേണ്ടേന്ന്. ചിലപ്പോൾ സാഹചര്യം അനുകൂലമല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഈ ആത്മാവിൻ്റെ വൈബ്രേഷനും ഈ അമ്മയുടെ അച്ഛൻ്റെയും വൈബ്രേഷനും യോജിക്കുന്നതല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്താ ചെയ്യത്? അത് പിൻവാങ്ങും. അപ്പോഴാണ് മിസ്കാരേജ് ആണ്. അപ്പോൾ 3ാമത്തെ മാസത്തിൻ്റെ അവസാനം ഈ ആത്മാവ് ശരീരത്തിൽ പ്രവേശിച്ച ഉടനെ തന്നെ ഈ പെൺകുട്ടിയിൽ എന്ത് മാറ്റമാണ്? അത് തിളങ്ങാൻ തുടങ്ങും. കണ്ടിട്ടുണ്ടോ? 3ാമത്തെ മാസം കഴിയുമ്പോൾ ഗർഭിണികളായിട്ടുള്ള സ്ത്രീകളെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അസാധ്യ സൗന്ദര്യമായിരിക്കും അവർക്ക്. പിന്നെ ആ സൗന്ദര്യം കൂടി വരും പ്രസവിക്കുന്നവരെ. അല്ലേ? അല്ലെങ്കിൽ അല്ലാന്ന് പറയൂ. എനിക്കറിയില്ല, ശീലമില്ലാത്തതുകൊണ്ട്. അല്ലേ? ഗ്ലോ വന്നുകൊണ്ടിരിക്കും. എന്താ അതിൻ്റെ പ്രൂഫ്? ആത്മാവ് ശരീരത്തിൽ പ്രവേശിക്കുന്ന സമയത്ത് ആ ആത്മാവ്
ഈ അമ്മയെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് തിളക്കം ഈശ്വരാനുഗ്രഹമാണത്. ആ ഈശ്വരാനുഗ്രഹത്തിലാണ് ഇത് തിളങ്ങണത്. അപ്പോൾ ഒരു കുട്ടി ജനിക്കുക എന്ന് പറഞ്ഞാൽ എത്രമാത്രം ഈശ്വരാനുഗ്രഹം എന്നാലോചിച്ച് നോക്കൂ. അതുകൊണ്ടാണ് കുട്ടികൾ ഉണ്ടാവാത്ത മുമ്പ് ശാപമായിട്ട് കണക്കാക്കിയത്. എന്താ കാരണം? ഈ അനുഗ്രഹത്തിന് പാത്രമാവുന്നില്ല ഈ ആത്മാവ്. അപ്പോൾ എത്രമാത്രം സ്നേഹവും ഭക്തിയോടുകൂടി ആയിരിക്കണം നമ്മളിതിനെ സ്വീകരിക്കുന്നത് ആലോചിക്കുക. അതാണ് അതിൻ്റെ പിന്നിലുള്ള ചേതോവികാരം. ഏത് മനോഭാവത്തിലാണ് ഈ പുതിയ ആത്മാവിനെ നമ്മൾ ക്ഷണിക്കുന്നത് നമ്മുടെ ഉള്ളിലേക്ക്? അത് അച്ഛൻ്റെ അമ്മയുടെയും മനോഭാവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പം ആ മനോഭാവത്തിൽ മാച്ച് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ആത്മാവാണ് വരിക. അപ്പോൾ കുട്ടിയുടെ ഭാവി നിർണ്ണയിക്കുന്ന വസ്തുത എന്താണ്? അച്ഛൻ്റെ അമ്മയുടെയും ശരീരഭംഗിയാണോ? മനോഭാവം. അതാണ് അഭ്യാസികളായിട്ടുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അതുകൊണ്ടാണ് അഭ്യാസികളിൽ നിന്ന് കല്യാണം കഴിക്കുമ്പോൾ വളരെ വ്യത്യാസം ഉണ്ടാവുന്നത്. മൃഗങ്ങളെ പോലെയാണ് ഭാര്യയും ഭർത്താവും ഇടപെടണമെന്ന് വിചാരിക്കുക. അത്തരം പ്രവണതകളുള്ള ആത്മാവിനെ അതിനെ അട്രാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ബ്രാഹ്മിൻസിൻ്റെ ഇടയ്ക്ക് ശാന്തി മുഹൂർത്തത്തിലാണ് ഭാര്യയും ഭർത്താവ് ഒരുമിക്കാൻ അവർ അനുവദിക്കുള്ളൂ. എന്ന് പറഞ്ഞാൽ എന്താ? ദിവ്യത്വം ആ അവസ്ഥയിലാണ് ആ ആത്മാവിനെ നമുക്ക് ക്ഷണിക്കാൻ പറ്റുന്നത്. ഇത് മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ ഈശ്വര അനുഗ്രഹമാണ് ഒരാത്മാവ് ശരീരത്തിൽ പ്രവേശിക്കുന്നത്. അതിൻ്റെ സിഗ്നലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ അമ്മയുടെ മുഖത്ത് തിളക്കം, സൗന്ദര്യം. അപ്പോൾ ആ സമയത്ത് അവർ ഒരു ഈശ്വരൻ്റെ ഒരു ഭാഗം അതിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചിരിക്കണം. അതുകൊണ്ടാണ് ഭാരതീയ പാരമ്പര്യം അനുസരിച്ച് ആ കുട്ടിയെ വളരെ നല്ല രീതിയിൽ സംരക്ഷിച്ച് അതിനെ അമ്മയുടെ അച്ഛൻ്റെയും കൂടെ വിടുന്നത്. അതിനെ വേണ്ട രീതിയിൽ സംരക്ഷിക്കണം. കാരണം അതിന് ദിവ്യാനുഗ്രഹം കിട്ടിയിരിക്കണം. അതിന് ഭാഗവതത്തിൽ പറയുന്നുണ്ട്, ശ്രീകൃഷ്ണൻ മഹാവിഷ്ണു ദേവകിയുടെ ഗർഭത്തിൽ പ്രവേശിക്കാൻ തീരുമാനിച്ച സമയത്ത് അതിൻ്റെ മുമ്പ് പറയാം, അമ്മ ഞാൻ അവിടുത്തെ അനുഗ്രഹത്തിന് കാത്തിരിക്കുകയാണ്, ഞാൻ മഹാവിഷ്ണുവായി ഞാൻ അങ്ങയുടെ ഉള്ളിൽ പ്രവേശിക്കുന്നു കുഞ്ഞായിട്ടെന്ന്. ആ പ്രവേശിച്ചോടുകൂടി ദേവകി തിളങ്ങാൻ തുടങ്ങിയെന്ന്. അതുവരെ ഉണ്ടായിരുന്ന എല്ലാ തരത്തിലുള്ള ദുഃഖങ്ങളും ദുരിതങ്ങളും അവരെ രണ്ടുപേരും വിട്ടുപോയി. ആരെ? വസുദേവരെയും ദേവകിയും. അതിനുശേഷം ശ്രീകൃഷ്ണൻ പ്രസവിക്കുന്നത് വരെ അവർക്ക് യാതൊരു ദുരിതങ്ങളെക്കുറിച്ച് അവർക്ക് ഓർമ്മയില്ല. എന്താ കാരണം? ഈശ്വരൻ അനുഗ്രഹിച്ചു. ആത്മാവ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് ആത്മാവ്? ഈശ്വരനാണ് ആത്മാവ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ആത്മാവ് ഉള്ളിൽ പ്രവേശിക്കുമ്പോഴാണ് ഈ തിളക്കം വരുന്നത്. ഇതാണ് ആത്മാവിൻ്റെ പ്രൂഫാണത്. നമ്മൾ ആലോചിക്കണം, ഈ ആത്മാവ് എൻ്റെ ഉള്ളിലാണോ പുറത്താണോ? ഉള്ളിൽ. അപ്പോൾ നമ്മളതിനെ ആരാധിക്കേണ്ടത് എവിടെയാണ്? ഉള്ളിൽ. പക്ഷേ മതങ്ങൾ മുഴുവൻ എന്താ ചെയ്യണത്? പുറത്ത് ആരാധിക്കുന്നു. അപ്പോൾ എത്ര വിവേകമില്ലാത്ത പ്രവൃത്തി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാവരും ഓരോ മതത്തിൽപ്പെട്ട ആളുകളാണ്. അതിൻ്റെ ആരാധനാ സമ്പ്രദായം ആലോചിച്ച് നോക്കൂ. അപ്പോൾ നമ്മുടെ ആരാധന കറക്റ്റാണെന്ന് വിചാരിക്കുക, അപ്പോൾ തന്നെ ആത്മാവ് നമ്മളെ അനുഗ്രഹിക്കും. പുറത്ത് ഇങ്ങനെ ആരാധന ചെയ്തുകൊണ്ടിരിക്കുക നിൽക്കുക, അപ്പോൾ ഇവിടെ അനുഗ്രഹം ഉണ്ടാവും, കൂടുതൽ കൂടുതൽ അസ്വസ്ഥത ഉണ്ടാവുക. അതുകൊണ്ടാണ് മതങ്ങൾ തമ്മിൽ ഇത്രമാത്രം കലഹം, കൊലപാതകങ്ങൾ നടക്കുന്നത്. നമ്മുടെ ഡയറക്ഷനെ തെറ്റാണ് അവിടെ. അതുകൊണ്ട് ബാബുജി മഹാരാജ് പറഞ്ഞു, മതം എപ്പോൾ അവസാനിക്കുമ്പോൾ അവിടെയാണ് ആത്മീയത തുടങ്ങുന്നത്. അഭ്യാസികളായി നമ്മളെങ്കിലും അത് മനസ്സിലാക്കേണ്ടതുണ്ട്. മതം അവസാനിക്കുക എന്ന് പറഞ്ഞാൽ മതത്തിന് നമുക്ക് എതിരായിട്ട് പ്രവർത്തിക്കുക എന്നല്ല അർത്ഥം, മതത്തിന് അതീതമാവുക എന്നർത്ഥം. വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞു, ഏതെങ്കിലും മതത്തിൽ ജനിക്കുന്നതുകൊണ്ട് തെറ്റില്ല, പക്ഷെ ആ മതത്തിൽ മരിക്കുന്നത് വലിയ തെറ്റാണ്. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മതത്തിൽ ഏതോ ഒരു മതത്തിൽ ജനിച്ചു, എനിക്ക് ചോയ്സ് ഒന്നുമില്ല അവിടെ, പക്ഷെ ആ മതത്തിൽ തന്നെ ഞാൻ തുടരുകയാണെങ്കിൽ അത് തെറ്റാന്നർത്ഥം. ആ മതത്തിന് അതീതമാവണം നമ്മൾ. അപ്പോഴാണ് ആത്മീയതയുടെ ഒരു സൗരഭ്യം നമുക്കറിയുക. അതായത് ആത്മാവിൻ്റെ അനുഗ്രഹം നമുക്ക് കിട്ടുക എന്നർത്ഥം. അപ്പോൾ റോങ് ആയിട്ടുള്ള ഡയറക്ഷനിൽ നമ്മൾ പോകുന്ന സമയത്ത് നമ്മുടെ ചിന്ത തെറ്റാണെങ്കിൽ
നമ്മുടെ ഫീലിംഗ് തെറ്റാണെങ്കിൽ, ജീവിതത്തിനോടുള്ള സമീപന രീതി തെറ്റാണെങ്കിൽ ഈ ദിവ്യത്വത്തിൻ്റെ സൗരഭ്യം നമുക്ക് അനുഭവിക്കാൻ സാധ്യമല്ല. ഇനി ഈ ആത്മാവ് ഉള്ളിൽ പ്രവേശിക്കുന്ന സമയത്ത് അച്ഛൻ്റെയും അമ്മയുടെ മനോഭാവം അനുസരിച്ച് ഈ ആത്മാവിനെ അത് ബാധിക്കും. അപ്പം അത് എപ്പിജെനറ്റിക്സ് എന്ന് പറഞ്ഞിട്ട് സയൻസിൻ്റെ ഒരു ശാഖയായിട്ട് മാറിയത്. ഭൗതിക സാഹചര്യം നമ്മൾ ജനറ്റിക്സിൽ ഉണ്ടാക്കുന്ന മാറ്റം. അതായത് അമ്മ ഒരു ഭയമുള്ള അന്തരീക്ഷത്തിൽ ജീവിക്കുന്നതായിരിക്കാം, എപ്പോഴും ഭീഷണിയാണ് അമ്മയ്ക്ക് എന്നായിരിക്കും, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അവർക്ക് എന്നായിരിക്കാം, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ, ഗർഭിണിയാണ്. അപ്പോൾ എപ്പോഴും സ്ട്രെസ്സുള്ള ഒരു അന്തരീക്ഷത്തിലാണ് അമ്മ ഉണ്ടാവുക. അപ്പോൾ സ്ട്രെസ് ഹോർമോൺസ് റിലീസ് ചെയ്യും ശരീരത്തിൽ. അപ്പോൾ അത് കുട്ടിയെയും ബാധിക്കും. അപ്പോൾ എന്താ പറയുന്നത് വെച്ചാൽ നമ്മുടെ ബ്രെയിനിന് ഈ ഫ്രണ്ട് സൈഡും ഉണ്ട്, ബാക്ക് സൈഡും ഉണ്ട്. ഫ്രണ്ട് സൈഡ് എന്ന് പറഞ്ഞാൽ ക്രിയേറ്റീവായിട്ടുള്ള ബ്രെയിനാണ്, ഫ്രണ്ടൽ കോർട്ടെക്സ്. ബാക്ക് സൈഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിഫെൻസിനുള്ള ഭാഗമാണ്, പ്രതിരോധം. അപ്പോൾ ഈ എപ്പോഴും അമ്മ സ്ട്രെസ്സുള്ള അന്തരീക്ഷത്തിലാണെങ്കിൽ ഈ ക്രിയേറ്റീവ് ബ്രെയിനിന് പകരം ബാക്ക് സൈഡ് ഡെവലപ്പ് ചെയ്യാം. അതുപോലെ ഹൃദയവും വയറ്റിലുള്ള മറ്റ് അവയവങ്ങളൊക്കെ വേണ്ട രീതിയിൽ ഡെവലപ്പ് ചെയ്യുന്നതിന് ബ്ലഡ് ഉണ്ടാവില്ല. ബ്ലഡ് കയ്യിലും കാലിലേക്ക് ഒഴുകും, എന്താണ്, ഡിഫെൻസിന് വേണ്ടിയിട്ട്. അപ്പോൾ ഡൈജസ്റ്റീവ് സിസ്റ്റം മോശമാവും, ഡൈജസ്റ്റീവ് എബിലിറ്റി കുറേ കുട്ടികൾക്ക്. അവരുടെ കോഗ്നിറ്റീവ്, അതായത് മെമ്മറി പവർ കുറവുള്ള കുട്ടികൾ, സൃഷ്ടിപരമായ കഴിവില്ലാത്ത കുട്ടികൾ, ഡൈജസ്റ്റീവ് പ്രോബ്ലംസ് ഉള്ള വയറ്റിൽ പ്രശ്നങ്ങളുള്ള കുട്ടികളൊക്കെ അമ്മമാരും സ്ട്രെസ്സുള്ള അറ്റ്മോസ്ഫിയറിലാണ് ജീവിക്കണമെങ്കിൽ അങ്ങനെ ഉണ്ടാവും. അതിനാണ് എപ്പിജെനറ്റിക്സ് എന്ന് പറയുന്നത്. ലിപ്ടൺ ബ്രൂസ് എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റാണ് അതിനെ കുറിച്ച് ശാസ്ത്രീയമായിട്ട് തെളിയിച്ച ആൾ. അദ്ദേഹത്തിൻ്റെ ബയോളജി ഓഫ് ബിലീഫ് എന്ന് പറഞ്ഞൊരു പുസ്തകം, അതിലാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ഇനി വേറെ അർത്ഥത്തിൽ പറഞ്ഞാൽ അമ്മയുടെ ചക്രങ്ങളൊക്കെ ഡിസ്റ്റർബ്ഡ് ആണെന്ന് വിചാരിക്കുക. നമ്മളതിനെക്കുറിച്ചല്ലേ പറയേണ്ടത്. അമ്മയുടെ ഫസ്റ്റ് പോയിൻ്റ്, സെക്കൻഡ് പോയിൻ്റ്, തേർഡ് പോയിൻ്റ്, ഫോർത്ത് പോയിൻ്റ്, ഫിഫ്ത്ത് പോയിൻ്റിലൊക്കെ സങ്കീർണതകളും മുദ്രകളും വന്നിരിക്കുക, മാലിന്യങ്ങളും സങ്കീർണതകളും. അപ്പോൾ കുഞ്ഞിനെ അത് ബാധിക്കും. അപ്പോൾ നേരെ മറിച്ച് ഒരു അഭ്യാസിയാണ്, റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന അച്ഛനും അമ്മയെന്ന് വിചാരിക്കുക, കുട്ടിയുടെ നിലവാരം എങ്ങനെ ഉണ്ടാവും. അതുകൊണ്ട് ലാലാജി മഹാരാജിൻ്റെ കാലത്ത് തന്നെ അദ്ദേഹം പറഞ്ഞു, അഭ്യാസികൾ തമ്മിൽ വിവാഹം കഴിക്കേണ്ടത് അത്യാവശ്യമാണ്. രണ്ടുപേരും മെഡിറ്റേറ്റ് ചെയ്യേണ്ടത് ഒരുമിച്ച്. വീട്ടിലെ അന്തരീക്ഷത്തിനുള്ള പ്രത്യേകത അത് കുഞ്ഞിൻ്റെ ആരോഗ്യത്തെയും ബാധിക്കും. ഇന്ന് നമ്മൾ തീരെ ശ്രദ്ധിക്കാത്തൊരു വിഷയം, ഗർഭിണികളായിട്ടുള്ള സ്ത്രീ ചിലപ്പോൾ 9 മാസം വരെ അവർക്ക് വർക്ക് ചെയ്യേണ്ടി വരും. ഓഫീസിൽ സ്ട്രെസ്സുള്ള അന്തരീക്ഷം, വീട്ടിൽ സ്ട്രെസ്സുള്ള അന്തരീക്ഷം, ഒരു ആത്മീയ പരിശീലനം അവർ ചെയ്യുന്നില്ല. അപ്പോൾ എത്ര ഗുണനിലവാരമുള്ള അടുത്ത തലമുറയാണ് നമ്മൾ സൃഷ്ടിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കും. അപ്പോൾ നമുക്ക് ആ അവസരം നഷ്ടപ്പെട്ടാൽ നമ്മളത് വേണം, അറ്റ്ലീസ്റ്റ് നമ്മളെ അടുത്ത തലമുറയ്ക്ക് ഈ അവസരം കൊടുക്കേണ്ടത് അത്യാവശ്യമില്ലേ. അപ്പോഴേ നമ്മൾ തലമുറകൾ കൂടുതൽ മെച്ചപ്പെട്ട തലമുറ വരുള്ളൂ. അപ്പോൾ കൂടുതൽ ആളുകൾ മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ബാപ്പുജി മഹാരാജ് പറഞ്ഞു, ജനറ്റിക് മ്യൂട്ടേഷൻ തന്നെ നടത്താനുള്ള സാധ്യതയുണ്ട്. മനുഷ്യൻ്റെ ജനറ്റിക്സിൽ തന്നെ മാറ്റം വരുത്താൻ പറ്റുന്നു. അപ്പോൾ കൂടുതൽ ആളുകൾ ഹാർട്ട്ഫുൾനെസ് മെഡിറ്റേഷനിൽ വരേണ്ടത് വളരെ അനിവാര്യമാണ്. മാസ്റ്റേഴ്സ് പറയുന്നത് പോപ്പുലേഷൻ്റെ 5% ഉണ്ടായിക്കഴിഞ്ഞാൽ ലോകത്തിൽ കാര്യമായ മാറ്റം ഉണ്ടാകും. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ മതം ഏതാ അറിയോ? ക്രിസ്ത്യൻ മതമാണ് ഏറ്റവും വലുത്. അവർ 5%ആണ് പോപ്പുലേഷൻ്റെ. 2000 കൊല്ലങ്ങൾക്ക് ശേഷം. അപ്പോൾ ഈ 5% ലോക ജനസംഖ്യ അവർ സ്വാധീനിച്ചത് 300-400 വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ്, തുടക്കത്തിന് ശേഷം. 300-400 വർഷത്തിൻ്റെ ഉള്ളിൽ 5% ജനസംഖ്യയെ ബാധിച്ചപ്പോൾ പ്രപഞ്ചത്തിൽ കാര്യമായിട്ടുള്ളൊരു എഫക്റ്റ് ഉണ്ടാക്കാൻ ആ മതത്തിന് പറ്റിയെങ്കിൽ 5% ആൾക്കാർ ഹാർട്ട്ഫുൾനെസ് അഭ്യാസികളായ എന്തായിരിക്കും സ്ഥിതി?
ആണ് ബാബുജി മഹാരാജ് പറഞ്ഞത്. അപ്പോൾ ജനറ്റിക് മ്യൂട്ടേഷനുള്ള സാധ്യത ഉണ്ട്, ജനിതക മാറ്റം വരുത്താൻ പറ്റും മനുഷ്യൻ. രണ്ടാമത്തെ മതം ഇസ്ലാം മതം. അതും ഇതുപോലെ 300 മുതൽ 400 വർഷം എടുത്തിട്ടാണ് ഏകദേശം 3-4% ലോക ജനസംഖ്യയെ ബാധിച്ചത്. അപ്പോൾ നമുക്ക് ഈ ക്രിസ്തു മതം, ഹിന്ദു മതം, ഇസ്ലാം മതത്തിൻ്റെ കണക്കെടുക്കുന്നത് എന്തിനാണ്? കൂടുതൽ പേരെ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുന്നതിൻ്റെ ഒപ്പം കൂടുതൽ ആളുകളെ മെഡിറ്റേറ്റ് ചെയ്യാൻ ഒരു പ്രോത്സാഹനം കൊടുക്കേണ്ടത് പ്രപഞ്ചത്തിൻ്റെ പരിണാമത്തിന് അനിവാര്യമാണ്, അല്ലേ? അപ്പോൾ അതും നമ്മുടെ ഉത്തരവാദിത്തം എന്നർത്ഥം. നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യണം, നമ്മുടെ ചക്രങ്ങളെ ക്ലീനായിട്ട് സൂക്ഷിക്കണം. അപ്പോൾ നമ്മൾ പറഞ്ഞു ആ ചക്രങ്ങൾ ക്ലീൻ അല്ലാത്ത അവസ്ഥയിൽ എന്താണ് സംഭവിക്കുക? അത് ഗർഭിണികളെ തൊട്ട് ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലുള്ള ആളുകളെയും ബാധിക്കും. ഗർഭിണികളെ പ്രത്യേകിച്ച് പറയാൻ കാരണം എന്താ? നമ്മളെ അടുത്ത തലമുറ. ഈ കാര്യങ്ങളെക്കുറിച്ച് ഇതെല്ലാം ഹാർട്ട്ഫുൾനെസ്സിൽ പറയുമ്പോൾ ഇതൊക്കെയാണ് ഈ സ്പിരിച്വൽ അനാട്ടമിയിൽ മാസ്റ്റർ പറയാൻ ശ്രമിക്കുന്നത്, നമ്മളോട് സംവേദിക്കാൻ ശ്രമിക്കുന്നത് അദ്ദേഹം. അത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ആത്മീയ പരിശീലനത്തിൽ എത്രമാത്രം നമ്മൾ ശുഷ്കാന്തി കാണിക്കേണ്ടതുണ്ട്. ഇതെല്ലാം എന്തിനെ ആശ്രയിച്ചിരിക്കുന്നത് നമ്മൾ ആലോചിക്കണം. ഈ ചക്രങ്ങൾ അസ്വസ്ഥമാവുന്നതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള സംഗതി നമ്മുടെ മനോഭാവം, നമ്മുടെ പെരുമാറ്റ രീതി, ജീവിത ലക്ഷ്യം എന്താണെന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഉള്ള ധാരണ. അപ്പോൾ ചക്രങ്ങൾ അസ്വസ്ഥമാവുന്നതിൽ സങ്കീർണതകളും മാലിന്യങ്ങളും നിറഞ്ഞ് നമ്മുടെ ഡെസ്റ്റിനി അല്ലെങ്കിൽ വിധിയെ തന്നെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്താണെന്ന് നമ്മൾ ഓർത്തിരിക്കുക. എന്താ അത്? മനോഭാവം, നമ്മുടെ പെരുമാറ്റ രീതി, ലക്ഷ്യബോധം. എന്നാണ് ഇതിൻ്റെ തുടക്കം. താങ്ക് യു. നമസ്കാരം.